വിഭാഷ അവൻ 5 മിനിറ്റിൽ തീർക്കും. ഈ സൈഫർ ഗ്രഹത്തിൽ ഇതുവരെ വിഭാഷയോട് യുദ്ധം ചെയ്തിട്ട് ആരും ജീവനോട് രക്ഷപ്പെട്ടിട്ടില്ല. അവനെ ഒറ്റയടിക്ക് കൊല്ലരുത്. അങ്ങനെ ചെയ്താ പിന്നെ നമുക്ക് എന്ത് ടൈം പാസ് ആണുള്ളത്? എടാ പീരു, നീ എന്നോട് യുദ്ധം ചെയ്തേ തീരും. തയ്യാറായിക്കോ. ലിയോ തന്റെ കത്തി മുറുകെ പിടിച്ചു. വിഭാഷയെ എങ്ങനെ പേടിപ്പിക്കാമെന്ന് അവൻ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വിഭാഷ തന്റെ വാൾ പിടിച്ച് ലിയോയെ കൊല്ലാനായി കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ അവൻ അടുത്തേക്ക് വരുന്നത്. ലിയോയും വിഭാഷയുടെ നേർക്കോടി. എല്ലാവരും ലിയോ മരിച്ചുവെന്ന് കരുതിയപ്പോഴാണ് ആരും ഊഹിക്കാത്ത ഒരു വിചിത്ര സംഭവം അവിടെ നടന്നത്. ധനികരായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ലിയോ. ഭൂമിയിൽ സന്തോഷകരവും ആർഭാടപൂർണവുമായ ഒരു ജീവിതമായിരുന്നു അവന്റേത്. പക്ഷേ അച്ഛന്റെ മരണശേഷം അവന്റെ ജീവിതത്തിൽ എല്ലാം മാറി മറിഞ്ഞു. അച്ഛൻ ഫെലിക്സിന്റെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കൾ ചെറിയച്ഛൻ ചതിയിലൂടെ കൈക്കലാക്കിയതോടെ അവന്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ നരകമായി. അച്ഛന്റെ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആരും അവന്റെ സഹായത്തിന് വന്നില്ല. അമ്മയുടെ ജീവൻ രക്ഷിക്കാനും സഹോദരിക്ക് താമസിക്കാൻ ഒരിടം കണ്ടെത്താനും നഷ്ടപ്പെട്ടു പോയ അവന്റെ വീട് തിരികെ ലേലത്തിൽ പിടിക്കാനും അവന് കോടിക്കണക്കിന് രൂപ ആവശ്യമായിരുന്നു. അവന്റെ അമ്മയുടെ നില ഓരോ ദിവസവും വഷളായിക്കൊണ്ടുവന്നു. തന്റെ കുടുംബം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യാൻ പോയ ലിയോയെ രക്ഷിച്ചത് പ്രൊഫസർ ബെഞ്ചമിനാണ്. അവന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞ് താൻ നടത്തുകയായിരുന്ന ഒരു രഹസ്യ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ ലിയോയോട് ബെഞ്ചമിൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ലിയോ ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെയുള്ള സൈഫർ ഗ്രഹത്തിലെത്തിയത്. സൈഫർ ഗ്രഹത്തിൽ വന്ന ദിവസം തന്നെ അറിയാതെ ശക്തയായ യോദ്ധാവായ വിഭാഷയുമായി ലിയോ ഉടക്കി. ഈ ഗ്രഹത്തിലെ നിയമങ്ങൾ അവൻ അറിയില്ലായിരുന്നു. അവൻ ഒരു വെള്ള കുറുക്കനെ തന്റെ കത്തി കൊണ്ട് കുത്തി. എന്നാൽ ആ കുറുക്കൻ സാധാരണ കുറുക്കനായിരുന്നില്ല. അത് വിഭാഷയുടെ പ്രത്യേക രൂപമാണെന്ന് അവൻ അറിയില്ലായിരുന്നു. വിഭാഷയുടെ വെല്ലുവിളിയിൽ നിന്ന് പിന്മാറാൻ അവന് ഒരു വഴിയുമില്ലായിരുന്നു. വിഭാഷയെ നേരിടുന്നത് മരണത്തെ ക്ഷണിക്കുന്നതിന് തുല്യമാണ് എന്ന് സൈഫർ ഗ്രഹത്തിൽ എല്ലാവർക്കും അറിയാമായിരുന്നു, ലിയോയ്ക്കൊഴികെ. ഈ ഗ്രഹത്തിൽ വെല്ലുവിളി എന്നത് പവിത്രമാണ്. അത് തെറ്റിക്കുന്നവർക്ക് മരണമാണ് ശിക്ഷ. അങ്ങനെയുള്ള ഈ ഗ്രഹത്തിൽ ഭൂമിയിൽ നിന്നുള്ള ഒരു ദുർബലനായ വ്യക്തി തന്നെ ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തത് വിഭാഷയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എടാ പീരു, നീ എന്നോട് യുദ്ധം ചെയ്തേ തീരും. തയ്യാറായിക്കോ. അടുത്ത ആഴ്ച ഇതേ ദിവസം നേരം വെളുക്കുമ്പോൾ ദേവാശ്രമത്തിലെ പ്രധാന അരീനയിൽ ഞാൻ നിനക്കായി കാത്തിരിക്കും. നീ വന്നില്ലെങ്കിൽ എവിടെ ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിച്ച് നരകിപ്പിച്ച് കൊല്ലും. വിഭാഷയുടെ കണ്ണുകളിൽ കോപത്തിന്റെ തീ ജ്വലിച്ചു. ഉടനെ അവൾ ഒരു വിസിൽ മുഴക്കി. അപ്പോൾ അവളുടെ പ്രിയപ്പെട്ട കുതിര ഓടി വന്നു. വിഭാഷ ദേഷ്യത്തോടെ അതിൽ കയറി യാത്രയായി. ലിയോ വല്ലാതെ ഭയന്നു. ഗ്രാൻഡ് മാസ്റ്റർ വീണ്ടും അവനെ കളിയാക്കാൻ തുടങ്ങി. എടാ പേടിത്തോണ്ടൻ പൊട്ടാ, കഴിവില്ലാത്തവനെ. വിഭാഷ കുറുക്കന്റെ രൂപത്തിൽ കറങ്ങുന്നുണ്ടെന്ന് ഈ ഗ്രഹത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഇതുവരെ ആരും വിഭാഷയെ ദേഷ്യം പിടിപ്പിക്കാനോ ശത്രുവാക്കാനോ ധൈര്യപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ സൈഫർ ഗ്രഹത്തിൽ വന്ന നീ തന്നെ അതിന് തുടക്കമിട്ടല്ലോ. നിന്റെ ജീവനില്ലാത്ത ശരീരം ഈ സൈഫർ ഗ്രഹത്തിന് ഒരു വാഗ്ദാനമാണടാ. അതെ, നീ അവളോട് യുദ്ധം ചെയ്തില്ലെങ്കിലും അവൾ നിന്നെ കൊല്ലും. ചെയ്താലും കൊല്ലും. ഇനി എന്താ നിന്റെ പ്ലാൻ? എന്തായാലും ഞങ്ങൾക്ക് കിടിലൻ എന്റർടൈൻമെന്റിനുള്ള വക കിട്ടും. വിഭാഷയുടെ ശക്തി നിനക്ക് അറിയാഞ്ഞിട്ടാണ് മോനെ. അവൾ ഒറ്റയടിക്ക് വലിയ വലിയ രാക്ഷസ മൃഗങ്ങളെ കൊന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഭൂമിയിൽ നിന്നുള്ള ദുർബലനായ നീ അവൾക്ക് വെറും പുഴുവാണ്. അവരെല്ലാം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ലിയോയെ കളിയാക്കി. ഇനിയും ഈ ഗ്രഹത്തിൽ നിന്നാൽ വിഭാഷനെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ ആരും അറിയാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പ്രൊഫസർ ബെഞ്ചമിനെ കോണ്ടാക്ട് ചെയ്ത് എന്നെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കാൻ ആവശ്യപ്പെടണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലിയോയെ തേടി മറ്റൊരു വലിയ അപകടം വന്നത്. ഒരു രാക്ഷസ ആമ ലിയോയെ വിഴുങ്ങാനായി പിന്നാലെ ഓടി വന്നു. ആ ആമയ്ക്ക് ഏകദേശം 10 അടി ഉയരമുണ്ടായിരുന്നു. വായിൽ മൂർച്ചയുള്ള പല്ലുകൾ. വിശപ്പ് കാരണം അതിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. പേടിച്ച് വിറച്ച ലിയോ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആ ആമ വളരെ വേഗത്തിലായിരുന്നു. ലിയോ പെട്ടെന്ന് കണ്ണടച്ചു. ഇങ്ങനെ പേടിച്ച് ഓടുന്നതിനേക്കാൾ നല്ലത് ധൈര്യത്തോടെ യുദ്ധം ചെയ്ത് മരിക്കുന്നതാണ്. എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് പോരാടാനാണ്. ഭീരുവായി ജീവിക്കുന്നതിനേക്കാൾ മരണമാണ് നല്ലത്. ഞാൻ പോരാടും. എങ്ങനെയോ ധൈര്യം സംഭരിച്ച് ലിയോ ആ ആമയുടെ കഴുത്തിൽ കത്തി കൊണ്ട് കുത്തി. അതിനുശേഷം നടന്ന കാര്യങ്ങൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വലിയ അലർച്ചയോടെ ആ രാക്ഷസ ആമ ചത്തു വീണു. അതിൽ നിന്ന് ലിയോയ്ക്ക് ധാരാളം സെൽ പോയിന്റുകൾ ലഭിച്ചു. ഈ പോയിന്റുകൾ ഉപയോഗിച്ച് ലിയോയ്ക്ക് പണം സമ്പാദിച്ച്
തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും. അത് മാത്രമല്ല, സൈഫർ ഗ്രഹത്തിൽ ആർക്കും ലഭിക്കാത്ത അതിവിശിഷ്ടമായ ഒരു ക്രിസ്റ്റൽ കല്ല് ആ ആമയുടെ ശരീരത്തിൽ നിന്ന് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ കറുത്ത ക്രിസ്റ്റൽ കല്ലിന്റെ തിളക്കം കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. അതിനെ അവൻ തൊട്ടയുടനെ അവന്റെ ശരീരത്തിലൂടെ ഒരു ഇടിമിന്നൽ പാഞ്ഞു പോയതുപോലെ ലിയോയ്ക്ക് തോന്നി. അവന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അവന്റെ ശരീരത്തിന് ചുറ്റും ഒരു സ്വർണ്ണ കവചം വന്നു മൂടി. തന്റെ ശരീരം തീയിൽ വേവുന്നത് പോലെ ലിയോയ്ക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ആ വേദന താങ്ങാനാവാതെ നിന്നിടത്തു നിന്ന് അവൻ കുഴഞ്ഞു വീണുപോയി. പക്ഷേ അവൻ ഇതുവരെ ഇല്ലാത്ത ഒരുതരം ശക്തി അനുഭവപ്പെടാൻ തുടങ്ങി. കിലോമീറ്ററുകൾ അകലെയുള്ള മൃഗങ്ങളെ വരെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവൻ കാണാൻ തുടങ്ങി. ദൂരങ്ങളിൽ സംസാരിക്കുന്ന രഹസ്യങ്ങൾ പോലും അവന്റെ ചെവിക്ക് മാത്രം വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. ഈ അനുഭവത്തെക്കുറിച്ച് എന്ത് പറയണമെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തന്റെ കൈകാലുകൾക്ക് ഒരു അദൃശ്യ ശക്തി ലഭിച്ചിരിക്കുന്നുവെന്ന് അവൻ മനസ്സിലാക്കി. ലിയോ തനിക്കുണ്ടായ ഈ വിചിത്ര അനുഭവം ആരോടും പറയില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ വിഭാഷയും ലിയോയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ദിവസം വന്നെത്തി. ദേവാശ്രമത്തിലെ പ്രധാന അരീനയിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ചിലർ മരങ്ങളിലിരുന്നു, ചിലർ പാറകളിലിരുന്നു. എല്ലാവരും ആവേശത്തോടെ ആർത്തി വിളിക്കുകയും ലിയോയെ പലതരത്തിൽ പരിഹസിക്കാൻ മത്സരിക്കുകയും ചെയ്തു. അവൻ മരിക്കാൻ എങ്ങനെയാണ് തയ്യാറായി നിൽക്കുന്നതെന്ന് കണ്ടോ? അവന്റെ മുഖത്തേക്ക് നോക്ക്, അവന് പേടിയാവുന്നുണ്ട്. അവന്റെ കൈകാലുകൾ വിറയ്ക്കുന്നത് കണ്ടില്ലേ? വിഭാഷ അവൻ 5 മിനിറ്റിൽ തീർക്കും. എന്റെ പണമെല്ലാം ഞാൻ വിഭാഷയുടെ മേൽ പന്തയിൽ വെച്ചിട്ടുണ്ട്. ആളുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒട്ടും താമസിയാതെ സൈഫർ ഗ്രഹം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ യുദ്ധം തുടങ്ങി. ലിയോയും വിഭാഷയും എതിർവശങ്ങളിലായി നിന്നു. മൈതാനത്തിനു നടുവിൽ അവർക്കിടയിൽ ഏകദേശം 30 അടി ദൂരമുണ്ടായിരുന്നു. വായുവിൽ ഒരുതരം നിശബ്ദത തളം കെട്ടി നിന്നു. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു. വിഭാഷ, അവനെ ഒറ്റയടിക്ക് കൊല്ലരുത്. അങ്ങനെ ചെയ്താ പിന്നെ നമുക്ക് എന്ത് ടൈം പാസ് ആണുള്ളത്? കുറച്ചായി അവനെ വേദനിപ്പിക്കണം. സൈഫർ ഗ്രഹത്തിലേക്ക് വന്നതിനെ പറ്റിയും നിന്നെ എതിർത്തതിനെ പറ്റിയും ഓർത്തവൻ പശ്ചാത്തപിക്കണം. അങ്ങനെ കൊല്ലാവൂ. എല്ലാവരും ലിയോയുടെ മരണത്തിനായി കാത്തിരുന്നു. വിഭാഷ തന്റെ വാൾ എടുത്ത് ലിയോയുടെ അടുത്തേക്ക് വന്നു. അവളുടെ വാൾ വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. അത് സൈഫർ ഗ്രഹത്തിലെ ഏറ്റവും ശക്തമായ ലോഹം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അതിൽ പുരാതന മന്ത്രങ്ങൾ കൊത്തിവെച്ചിരുന്നു. സമയം കടന്നു പോകുന്തോറും ആളുകൾ കൂടുതൽ തടിച്ചുകൂടി. ചിലർ വിഭാഷ വിഭാഷ എന്ന് ആർത്തി വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കരുതിയതുപോലെ വിഭാഷ ലിയോയെ കൊല്ലുമോ? അതോ ഭീരുവിനെ പോലെ കരുതിയിരുന്ന ദുർബലനായ ലിയോ വിഭാഷയെ കൊല്ലുമോ? എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. വിഭാഷ ലിയോയുടെ അടുത്തേക്ക് വരുമ്പോൾ ജനക്കൂട്ടത്തിന്റെ ആർപ്പുവിളികൾ ഉച്ചത്തിലായി. ലിയോ തന്റെ കത്തി മുറുകെ പിടിച്ചു. തനിക്ക് ലഭിച്ച ശക്തി ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു. ശക്തി ഉപയോഗിച്ചാൽ അവന്റെ രഹസ്യശക്തി എല്ലാവരും അറിയും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ ഗ്രഹത്തിൽ അവനെ ജീവിക്കാൻ അനുവദിക്കുമോ ഇല്ലയോ എന്ന ഭയം അവനെ അലട്ടി. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലിയോയുടെ അടുത്തേക്ക് വന്ന വിഭാഷ തന്റെ വാൾ താഴെയിട്ടു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. മൈതാനത്ത് പൂർണ്ണമായ നിശബ്ദത പരന്നു. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിഭാഷ തന്റെ ആയുധം താഴെയിട്ടിരിക്കുന്നു. ലിയോ, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുകയാണ്, നീ എന്റെ ഗ്യാങ്ങിൽ ചേരണം. നീയും ഞാനും ഒന്നിച്ചാൽ ഇവിടെ മാത്രമല്ല വേറെ ഏത് ഗ്രഹത്തിലെയും ഭീകരരായ മൃഗങ്ങൾക്കോ ശക്തരായ യോദ്ധാക്കൾക്ക് പോലും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇത് കേട്ട് സൈഫർ ഗ്രഹത്തിലെ ആളുകളെല്ലാം ഞെട്ടിത്തെറിച്ചു നിന്നു. ഇത്രയും ശക്തയായ യോദ്ധാവായ വിഭാഷ ഒരു ഭീരുവിനോട് എന്തിനാണ് യാചിക്കുന്നതെന്ന് ചിന്തിച്ച് എല്ലാവരും അമ്പരന്നു പോയി. എന്താണ് ആ യുദ്ധക്കളത്തിൽ നടന്ന വിചിത്ര സംഭവം? വിഭാഷ മുട്ടുകുത്തി പറഞ്ഞ എന്ത് കാര്യമാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ഞെട്ടിച്ചത്? ബ്ലാക്ക് ക്രിസ്റ്റൽ സ്റ്റോൺ ലഭിച്ച് ലിയോ ശക്തനായ യോദ്ധാവായി മാറിയ കാര്യം വിഭാഷയ്ക്ക് അറിയാമായിരുന്നോ? യഥാർത്ഥത്തിൽ ആ ബ്ലാക്ക് ക്രിസ്റ്റൽ സ്റ്റോണിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? വിഭാഷയുടെ അഭ്യർത്ഥന അംഗീകരിച്ച് ലിയോ വിഭാഷയുടെ സംഘത്തിൽ ചേരുമോ? അതോ ലിയോയും വിഭാഷയും തമ്മിലുള്ള പോരാട്ടം തുടരുമോ? അമ്പരചുംബികളായ കെട്ടിടങ്ങളിൽ നിന്നും നീല ലേസർ രശ്മികൾ പുറപ്പെടുവിച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കുവാനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു. ആകാശത്ത് വിരിഞ്ഞ പല വർണ്ണങ്ങളിലുള്ള ഫയർ വർക്കുകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തി. പുതുവർഷം പിറക്കാൻ വെറും 2 മിനിറ്റുകൾ മാത്രം. ഹാപ്പി ന്യൂ ഇയർ 2500 എന്നെഴുതിയ ഭീമൻ മെറ്റൽ ബലൂണുകൾ വായുവിൽ ഒഴുകി നടക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ആളൊഴിഞ്ഞ ഭൂഗർഭ മെട്രോ സ്റ്റേഷൻ. അതിവേഗ ട്രെയിനുകൾ കടന്നു പോകുന്ന പാതയിലേക്ക് ആരുടെയോ വരവ് പ്രതീക്ഷിക്കുന്നത് പോലെ അവൻ അക്ഷമയോടെ നോക്കി. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ പോലും തുടച്ചു മാറ്റാൻ ശ്രമിക്കാതെ നിൽക്കുന്ന ആ യുവാവ് എത്രത്തോളം നിരാശയുടെ കൊടുമുടിയിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനാകും. 20 വയസ്സ് മാത്രം പ്രായമുള്ള ലിയോയ്ക്ക് ഇനിയും ജീവിച്ചു കൊതി തീർന്നിട്ടില്ല എന്ന് അവന്റെ കണ്ണുകളിൽ നിന്നും പതിക്കുന്ന കണ്ണുനീർ തുള്ളികൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആളൊഴിഞ്ഞ ഭാഗമായതിനാൽ അവൻ എന്തൊക്കെയോ അവ്യക്തമായി പെറുപിറുത്തുകൊണ്ടിരുന്നു. പലവിധ ചിന്തകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. ജീവനുള്ളിടത്തോളം കാലമല്ലേ ഞാൻ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ട കാര്യമുള്ളൂ. എന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരേ ഒരു അവസാനം
എന്റെ മരണമാണ്. അവൻ മരണം സ്വയം ഉറപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ട്രെയിനിനെ കാത്തുനിന്നു. സബ്വേ സ്റ്റേഷനിന് മുകളിലുള്ള റോഡിൽ ജനങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിനായി ഒന്നിച്ചുകൂടിയിരുന്നു. പുതുവർഷം പിറക്കാൻ വെറും 2 മിനിറ്റുകൾ മാത്രം. ക്യാമറ കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് യന്ത്രപ്പറവകൾ ചിത്രങ്ങൾ എടുക്കാൻ അവർക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു. അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തെ രസിപ്പിക്കുന്നതിനായി റോബോട്ടുകൾ നൃത്തം ചെയ്യുകയും പാട്ടുകൾ പാടുകയും ചെയ്തു. പല വർണ്ണങ്ങളിലുള്ള ഡിജിറ്റൽ സ്ക്രീനുകളാലും വർണ്ണ വിളക്കുകളാലും സിറ്റി മുഴുവൻ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ ജനക്കൂട്ടത്തിന്റെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങളൊന്നും ലിയോ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ അമ്മ ബന്ധുക്കളുടെ മുൻപിൽ കൈകൂപ്പി യാചിക്കുന്ന കാഴ്ച മാത്രമായിരുന്നു അപ്പോഴവന്റെ കൺമുന്നിൽ നിറഞ്ഞു നിന്നത്. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ? അദ്ദേഹത്തിന്റെ മരണശേഷം എല്ലാ സ്വത്തുക്കളും ഞങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുകയാണോ? എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഇല്ലാത്ത കടക്കിണിയിൽ അകപ്പെടുത്തിയത്? എല്ലാം നിങ്ങൾ എടുത്തോളൂ. പക്ഷേ ഈ വീട്, ഇത് മാത്രം ഞങ്ങൾക്ക് തിരികെ തരണം. ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ വേറൊരിടമില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ ഇവിടെ നിന്നും ഇറക്കി വിടരുത്. ലിയോയുടെ അമ്മ ബന്ധുക്കളോട് കൈകൾ കൂപ്പി യാചിച്ചു. ഈ വീട് നിങ്ങൾക്കങ്ങനെ വെറുതെ തരാൻ കഴിയില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നിട്ട് ഈ വീട് നിങ്ങൾക്ക് തന്നെ വാങ്ങാം. ബന്ധുക്കളിൽ ഒരാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്ത് നിന്ന മറ്റൊരു ബന്ധുവിനോട് ബാക്കി പറയുവാൻ ആംഗ്യം കാണിച്ചു. പണം റെഡിയാക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ 1 മാസത്തെ സമയം തരാം. എന്നിട്ടും അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങണം. അങ്ങനെ ഓരോരുത്തരായി അവരവരുടെ നിബന്ധനകൾ പറഞ്ഞു. ഒടുവിൽ പണം കണ്ടെത്താൻ 1 മാസത്തെ അവധി കൊടുത്തിട്ട് അവർ പിരിഞ്ഞുപോയി. ഇന്നവർ പറഞ്ഞിരുന്ന സമയം അവസാനിച്ചിരിക്കുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും പറഞ്ഞ പണം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. നാളെ ഞാൻ അമ്മയും അനുജത്തിയും കൊണ്ട് നടു റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. എനിക്കിത് താങ്ങാൻ കഴിയില്ല. ലിയോ മെല്ലെ ട്രാക്കിലേക്ക് ഇറങ്ങി നിന്നു. വിഷൻ ഗ്രൂപ്പിന്റെ തലവനായിരുന്ന ഫെലിക്സിന്റെ മകനാണ് ലിയോ. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ലിയോ അച്ഛന്റെ മരണശേഷം ബന്ധുക്കളുടെ കുതന്ത്രത്തിൽ വീണ് സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് വലിയ ഒരു കടക്കെണിയിൽ അകപ്പെട്ടു. ധനികനായി ജീവിച്ച ലിയോ കയറി കിടക്കാനുള്ള വീട് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ദാരിദ്ര്യത്തിന്റെ വക്കിലാണ്. എല്ലാവരും ഈ ലോകത്ത് സന്തോഷമായി കഴിയുമ്പോൾ എന്റെ ജീവിതം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ഒരു മകൻ എന്ന നിലയിൽ അമ്മയ്ക്ക് ഒരു സന്തോഷവും നൽകാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വത്ത് തട്ടിയെടുത്തവർക്കുമെതിരെ പോരാടി ജയിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. ഇത്രയുമൊക്കെ സഹിച്ച് ഇനിയും എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിലും സ്വന്തം കുടുംബം സംരക്ഷിക്കാൻ കഴിയാത്ത ഞാനിനി എന്തിനു വേണ്ടി ജീവിക്കണം? ദൂരെ നിന്നും വരുന്ന ട്രെയിനിന്റെ ഹോൺ മുഴങ്ങി. 2000 km/min വേഗതയിൽ ആ അതിവേഗ വൈദ്യുത കാന്തിക ട്രെയിൻ കുതിച്ചു പാഞ്ഞെടുത്തു. ന്യൂ ഇയർ പിറക്കാൻ ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രം. അതാഘോഷിക്കുന്ന ആളുകളുടെ ഉച്ചത്തിലുള്ള കൗണ്ട് ഡൗൺ അന്തരീക്ഷത്തിൽ മുഴങ്ങി. 10, 9, 8, 7. പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ വേഗത കണ്ട് ലിയോ നിന്നിരുന്ന സ്ഥലം പ്രകമ്പനം കൊണ്ടു. അടുത്തുകൊണ്ടിരുന്ന ട്രെയിനിന്റെ വേഗത കണ്ട് അവൻ കണ്ണുകൾ ഇറുകെ പൂട്ടി. 4, 3, 2, 1. കൗണ്ട് ഡൗണിനൊപ്പം വലിയ ഒരു ശബ്ദത്തോടെ ആ ട്രെയിൻ അവൻ അടുത്തേക്ക് എത്താറായി. പെട്ടെന്നൊരു കൈ അവനെ വലിച്ച് ട്രാക്കിൽ നിന്നും പുറത്തേക്കിട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് ലിയോയ്ക്ക് മനസ്സിലാകും മുൻപേ ആ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ മിന്നൽ പോലെ അവനെ കടന്നുപോയി. അതേസമയം ജനങ്ങൾ പുതുവർഷത്തെ വരവേറ്റു. അന്ധകാരത്തിലായിരുന്ന ആകാശം പലവിധ വർണ്ണപ്പൊട്ടുകളാൽ ശബളിതമായി. ലിയോ ഒരു പകപ്പോടെ അവനെ രക്ഷിച്ചയാളുടെ മുഖത്തേക്ക് നോക്കി. അപകടം നിറഞ്ഞ ഈ സ്ഥലത്ത് നീ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നീ ഇപ്പൊ പല കഷ്ണങ്ങളായി ചിതറിയേനെ. ലിയോ തന്റെ മുന്നിൽ നിൽക്കുന്ന ആളിനെ തെല്ല് നീരസത്തോട് നോക്കി. പ്രൊഫസർ ബെഞ്ചമിൻ. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള, കണ്ണട ധരിച്ച, കണ്ടാൽ ഒരു കോളേജ് പ്രൊഫസറെ പോലെ തോന്നുന്ന ആളായിരുന്നു ബെഞ്ചമിൻ. എന്തിനാണ് സാർ നിങ്ങൾ എന്നെ രക്ഷിച്ചത്? ജീവിതത്തിലോ സമാധാനമില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ സമാധാനമായി മരിക്കാൻ കൂടി അനുവദിച്ചില്ല. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ലിയോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീ ആരാണ്? ഈ പ്രായത്തിൽ നിനക്കെന്താണ് ഇത്ര ബുദ്ധിമുട്ട്? നിന്റെ പ്രശ്നം എന്താണെങ്കിലും എന്നോട് പറയൂ. എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? എന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ കഴിയുമോ? വെറുതെ തമാശ പറയരുത് സാർ. ഒരു പരിചയവുമില്ലാത്ത എന്നെ നിങ്ങൾ എന്തിനു സഹായിക്കണം? ലിയോയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ബെഞ്ചമിൻ നേരിയൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി. അടുത്ത നിമിഷം അയാൾ ഇടത് കൈ വായുവിലേക്ക് ഉയർത്തി. നോവ, ഇവനെ സ്കാൻ ചെയ്യൂ. പെട്ടെന്ന് ബെഞ്ചമിന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് ചെറിയൊരു റോബോട്ടായി രൂപാന്തരപ്പെട്ട് അതിന്റെ ചെറിയ യന്ത്രച്ചിറകുകൾ വിരിച്ച് പറന്നു പൊങ്ങി. അത് ലിയോയ്ക്ക് മുന്നിൽ വന്ന് നിന്നു. ലിയോ അതിനെ കൗതുകത്തോടെ നോക്കി. ആ ചെറിയ റോബോട്ട് ലിയോയെ സ്കാൻ ചെയ്തു. അവർക്ക് മുന്നിൽ ഒരു ഡിജിറ്റൽ സ്ക്രീൻ തെളിഞ്ഞു. അതിൽ ലിയോയുടെ വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു.
വിഷൻ ഗ്രൂപ്പിന്റെ മേധാവിയായിരുന്ന ഫെലിക്സിന്റെ മകനാണ് ലിയോ എന്നുള്ള കാര്യം ബെഞ്ചമിൻ ശ്രദ്ധിച്ചു. നീ ഫെലിക്സിന്റെ മകനാണോ? എൻ്റെ പേര് പ്രൊഫസർ ബെഞ്ചമിൻ. നിന്റെ അച്ഛൻ എന്നെ നന്നായിട്ടറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി നിന്റെ അച്ഛൻ വലിയൊരു തുക സംഭാവന ചെയ്തിരുന്നു. അദ്ദേഹം വലിയൊരു മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. ബെഞ്ചമിൻ തൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ലിയോയ്ക്ക് അല്പം ആശ്വാസം തോന്നി. പക്ഷേ ഫെലിക്സിന്റെ മകനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ലിയോ, എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് തുറന്നു പറയൂ. ബെഞ്ചമിൻ പറയുന്നത് കേട്ടപ്പോൾ ലിയോയ്ക്ക് അയാളെ വിശ്വസിക്കാമെന്ന് തോന്നി. അവൻ നടന്നതെല്ലാം അയാളോട് തുറന്നു പറഞ്ഞു. ചതി, അതാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അച്ഛൻ മരിച്ചപ്പോൾ ഇല്ലാത്ത ബാധ്യതകളുടെ പേരും പറഞ്ഞ് ബന്ധുക്കൾ എല്ലാ സ്വത്തുക്കളും കൈവശപ്പെടുത്തി. താമസിക്കുന്ന വീട് പോലും ഞങ്ങൾക്ക് സ്വന്തമല്ലെന്നാണ് അവർ പറയുന്നത്. നാളെ എൻ്റെ അമ്മയെയും പെങ്ങളെയും കൂട്ടി ഞാൻ അവിടെ നിന്നും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. മരുന്ന് വാങ്ങാൻ പോലും പണമില്ല. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ല. എൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല സാർ. അതുകൊണ്ടാണ് ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. അവന്റെ കണ്ണുകളിൽ നിരാശ തെളിഞ്ഞു നിന്നിരുന്നു. ലിയോ പറഞ്ഞത് കേട്ട് ബെഞ്ചമിന് ദേഷ്യം വന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എത്രമാത്രം വളർന്ന് മനുഷ്യന്റെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തിയാലും അവൻ അപ്പോഴും അവന്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടവനായിരിക്കും. ബെഞ്ചമിൻ പുച്ഛത്തോടെ ചിരിച്ചു. അപ്പോൾ പണമാണ് നിന്റെ പ്രശ്നം അല്ലേ? അതെ, ലിയോ തലയാട്ടി. ബെഞ്ചമിൻ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് അവന് നേർക്ക് നീട്ടി. ഇതെന്റെ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡാണ്. ആജീവനാന്ത ആക്സസ് ചെയ്യാവുന്നത്. ഇതിൽ നിന്നും നിനക്ക് എത്ര പണം വേണമെങ്കിലും എടുക്കാം. നിന്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാം. ബെഞ്ചമിൻ നീട്ടിയ ആ കാർഡിലേക്ക് ലിയോ അവിശ്വസനീയതയോടെ നോക്കി. എന്നാൽ അവനത് വാങ്ങാനായി കൈ നീട്ടിയതും ബെഞ്ചമിൻ ആ കാർഡ് പുറകിലേക്ക് വലിച്ചു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അതെന്താണെന്നറിയാനായി ലിയോ ആകാംക്ഷയോടെ ബെഞ്ചമിനെ നോക്കി. നീ എനിക്ക് വേണ്ടി ഒരു സ്ഥലം വരെ പോകേണ്ടി വരും. അതിന് സമ്മതമാണെങ്കിൽ നിനക്ക് വേണ്ടത്ര പണം ഞാൻ നൽകും. എൻ്റെ കണ്ടീഷൻസ് അംഗീകരിച്ചാൽ മാത്രമേ നിനക്കത് ലഭിക്കൂ. ലിയോ, നന്നായി ആലോചിച്ച ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. പക്ഷെ ഒന്നോർത്തോളൂ, നിന്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു വഴി നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. ലിയോ കുറച്ചു നേരം ആലോചിച്ചിട്ട് ബെഞ്ചമിനെ നോക്കി. അവന്റെ മുഖത്തപ്പോൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. മരിക്കാൻ തീരുമാനിച്ചിരുന്ന എൻ്റെ മുന്നിലേക്ക് എന്ത് കണ്ടീഷൻ വെച്ചാലും ഞാനത് സ്വീകരിക്കും. എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. സാർ പറയുന്ന സ്ഥലം എവിടാണെങ്കിലും അവിടേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. നല്ല തീരുമാനം ലിയോ. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ കാർഡിലുണ്ട്. ഒരു കാര്യം കൂടി, നീ 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ ലാബിലെത്തണം. വൈകരുത്, എനിക്കത് ഇഷ്ടമല്ല. ലിയോ അനുസരണയോടെ തലയാട്ടി. ബെഞ്ചമിൻ്റെ ആജ്ഞ അനുസരിച്ച് ആ ചെറിയ റോബോട്ട് നോവ തിരികെ പറന്ന് അയാളുടെ കയ്യിലിരുന്ന് ഒരു വാച്ചായി മാറി. ലിയോ കയ്യിലിരുന്ന കാർഡിലേക്ക് നോക്കി. അതിൽ പ്രൊഫസർ ബെഞ്ചമിൻ സയന്റിസ്റ്റ് എന്ന് അച്ചടിച്ചിരുന്നു. അപ്പോ ഹാപ്പി ന്യൂ ഇയർ ലിയോ. നമുക്ക് ലാബിൽ വെച്ച് വീണ്ടും കാണാം. ബെഞ്ചമിൻ ലിയോയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. ലിയോ നടക്കുന്ന വഴിയിൽ കയ്യിലിരുന്ന കാർഡ് തിരിച്ചു മറിച്ചു നോക്കി. അപ്പോഴും അവന്റെ മനസ്സ് ബെഞ്ചമിൻ പറഞ്ഞതെല്ലാം പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ലിയോ വഴിയരികിൽ ഉണ്ടായിരുന്ന ATM മെഷീനിൽ കാർഡ് തിരികെ ആവശ്യമുള്ള അത്രയും പണമെടുത്തു. അതോടെ ബെഞ്ചമിനെ പൂർണ്ണമായും വിശ്വസിക്കാമെന്നവൻ ഉറപ്പിച്ചു. വേണ്ടത്ര പണം കയ്യിൽ വന്ന ആവേശത്തിൽ അവൻ വീട്ടിലേക്കോടി. അവൻ വീട്ടിലെത്തിയപ്പോൾ അവന്റെ ഇളയ സഹോദരി മുറ്റത്തിരുന്ന് പൊട്ടിയ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുകയായിരുന്നു. അവൾക്കൊരു നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചിട്ട് അവൻ അടുക്കളയിലേക്കെത്തി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മയെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവൻ കയ്യിലെ പണം കാണിച്ചു. നിനക്ക് എവിടുന്നാ ലിയോ ഇത്രയും പണം? അതമ്മേ, ഞാനിന്ന് അച്ഛൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം അറിഞ്ഞപ്പോൾ ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡ് എന്നെ ഏൽപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള പണം എടുത്തോളാൻ പറഞ്ഞു. മാത്രമല്ല നല്ല ശമ്പളമുള്ള ജോലിയും എനിക്ക് തന്നു. ഇത് വെറുമൊരു അഡ്വാൻസ് മാത്രമാ അമ്മേ. ഇതെടുത്ത് നമ്മുടെ കടമെല്ലാം വീട്ടാം. ലിയോ പറയുന്നതൊക്കെ കേട്ട അവന്റെ അമ്മ ആശയക്കുഴപ്പത്തിലായി. അമ്മ, അദ്ദേഹം ഏർപ്പെടുത്തിയ ജോലിക്കായി എനിക്ക് ഉടനെ പോണം. ഞാൻ തിരികെ എത്താൻ 2-3 മാസം കഴിയും. അതുവരെ നിങ്ങളുടെ ചെലവുകൾക്കുള്ള പണം ഈ കാർഡിൽ നിന്നും എടുത്താൽ മതി. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഉടനെ തീരും. ലിയോയുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതീക്ഷ ആ അമ്മയിലും പ്രതിഫലിച്ചു. അമ്മയെയും അനുജത്തിയെയും ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയതോർത്ത് അവന് ലജ്ജ തോന്നി. കുറ്റബോധം കാരണം അവന് അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. കുറച്ചുനേരം കൂടി അമ്മയോടും അനുജത്തിയോടും ഒപ്പം ചിലവഴിച്ചിട്ട് ലിയോ ലാബിലേക്ക് തിരിച്ചു.
പ്രൊഫസർ ബെഞ്ചമിന്റെ ലാബ് സ്ഥിതി ചെയ്യുന്ന ബഹുനില കെട്ടിടത്തിന്റെ മുന്നിലെത്തിയ ലിയോ ആശ്ചര്യത്തോടെ ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചു. അവനെ വരവേൽക്കാനായി മുന്നിലെ ഓട്ടോമാറ്റിക് ഗ്ലാസ് ഡോറുകൾ ഇരുവശത്തേക്കും അകന്നുമാറി. അവൻ അകത്തേക്ക് കടന്നു. റിസപ്ഷനിൽ നിന്നിരുന്ന ജീന എന്ന ഹ്യൂമനോയിഡ് റോബോട്ട് അവനെ സ്വീകരിച്ചു. ലിയോ റോബോട്ടിനെ പിന്തുടർന്ന് ബെഞ്ചമിൻ അടുത്തേക്കെത്തി. ബെഞ്ചമിൻ അവിടെ വലിയൊരു മെഷീൻ നന്നാക്കുകയായിരുന്നു. ആ മെഷീനിന് ചുറ്റും വയറുകൾ കൂടിപ്പടഞ്ഞു കിടന്നിരുന്നു. കൂടാതെ വലിയ വളയങ്ങളും നടുവിലായി ഒരു ചതുര കസേരയും സ്ഥാപിച്ചിരുന്നു. വരൂ ലിയോ, ഞാൻ നിനക്ക് പോകാനുള്ള വാഹനം തയ്യാറാക്കി നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ലിയോയെ കണ്ട ബെഞ്ചമിൻ ആഹ്ലാദത്തോടെ അവനെ ആ മെഷീനിനടുത്തേക്ക് ക്ഷണിച്ചു. ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്ന് പ്രൊഫസർ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ലിയോ ആകാംക്ഷയോടെ ബെഞ്ചമിനോട് ചോദിച്ചു. ബെഞ്ചമിൻ മുന്നിലുണ്ടായിരുന്ന അത്യാധുനിക കമ്പ്യൂട്ടറിലെ ഒരു ബട്ടൺ പ്രസ് ചെയ്തു. അവർക്ക് മുന്നിൽ വലിയൊരു ഹോളോഗ്രാഫിക് സ്ക്രീൻ തുറന്നു വന്നു. അതിൽ ഭൂമിയെ പോലെ മനുഷ്യർ ജീവിക്കുന്ന അനേകം ഗ്രഹങ്ങളുണ്ടായിരുന്നു. ലിയോ അത്ഭുതത്തോടെ അതിലെ കാഴ്ചകൾ നോക്കി. ബെഞ്ചമിൻ അതിൽ ഭൂമിയെ പോലെ തോന്നിക്കുന്ന ഒരു ഗ്രഹത്തിന്റെ ഇമേജ് വലുതാക്കി ലിയോയെ കാണിച്ചു. ഇതാണ് പ്ലാനറ്റ് സൈഫർ, നമ്മുടെ ഭൂമിയെ പോലെ മറ്റൊരു ഗ്രഹം, അതായത് പാരലൽ യൂണിവേഴ്സിൽ നിലനിൽക്കുന്ന മറ്റൊരു ഭൂമി. നിലവിൽ മനുഷ്യരാശിക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് സൈഫർ ഗ്രഹം. ഈ ഗ്രഹത്തിലേക്കാണ് ഞാൻ നിന്നെ അയക്കാൻ പോകുന്നത്. ലിയോ കൗതുകത്തോടെ മുന്നിൽ കാണുന്ന സ്ക്രീനിലേക്ക് നോക്കി. ഭൂമിക്കിനി അധികം ആയുസ് ഉണ്ടാകില്ല ലിയോ. ഈ ലോകം നശിച്ചാലും മനുഷ്യരാശി നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഒരു ഡേറ്റ കളക്ടിംഗ് ഡിവൈസിനെ സൈഫറിലേക്ക് ടെലിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ ഡിവൈസിനുണ്ടായ ചെറിയൊരു തകരാർ മൂലം എനിക്ക് അവിടെ നിന്നും വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് നീ അവിടേക്ക് പോയി ആ ഡിവൈസ് കണ്ടെത്തി റീസ്റ്റാർട്ട് ചെയ്യണം. ലിയോ എല്ലാം മനസ്സിലായെന്നതുപോലെ തലയാട്ടി. ബെഞ്ചമിൻ ലിയോയെ ആ വലിയ മെഷീനിന്റെ മധ്യഭാഗത്തുള്ള കസേരയിലേക്കിരുത്തി. മെഷീൻ പ്രവർത്തിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഭയത്താൽ ലിയോ അതിൽ നിന്നും പിന്തിരിയാതിരിക്കാൻ അവന്റെ ശരീരവും കൈകാലുകളും ബെൽറ്റിനാൽ ആ കസേരയോട് ചേർത്ത് ബന്ധിച്ചു. എന്നിട്ട് തോക്കുപോലെയുള്ള വസ്തു ഉപയോഗിച്ച് ലിയോയുടെ കഴുത്തിൽ ഒരു GPS ഡിവൈസ് ഇൻജെക്ട് ചെയ്തു. അതിനുശേഷം ആ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിനായി ബെഞ്ചമിൻ സെക്യൂരിറ്റി റൂമിലേക്ക് പോയി. ലിയോ, നിന്റെ ജോലി വളരെ എളുപ്പമാണ്. അവിടെ എത്തി ആ ഡേറ്റ കളക്ടിംഗ് ഡിവൈസ് കണ്ടെത്തുക, അത് ആക്ടിവേറ്റ് ചെയ്യുക. അത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഇതുപോലൊരു പോർട്ടൽ അവിടെ തുറന്നു വരും. അതുവഴി നിനക്ക് ഇവിടേക്ക് തിരികെ എത്താം. നീ റെഡിയാണോ? ബെഞ്ചമിൻ ലിയോയെ നോക്കി. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് മറച്ചുകൊണ്ടവൻ സമ്മതമറിയിച്ചു. റെഡി. പ്രൊഫസർ ബെഞ്ചമിൻ മുന്നിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറിലെ ചുവന്ന ബട്ടണിൽ വിരളമർത്തി. ലിയോയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന വലിയ വളയങ്ങൾ മുകളിലേക്കും താഴേക്കും ചലിക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ എഞ്ചിന്റെ വേഗത കൂടി. ലിയോയുടെ കണ്ണുകൾ ഭയത്താൽ വിടർന്നു. അതിൽ നിന്നുമുണ്ടാകുന്ന റേഡിയേഷൻ തന്റെ ശരീരത്തിലേക്ക് തുളച്ച് കയറുന്നതുപോലെ അവന് അനുഭവപ്പെട്ടു. ശരീരം തൂവലുപോലെ ഭാരമില്ലാതായി. മെഷീനിൽ നിന്നുമുണ്ടാകുന്ന അതിശക്തമായ വൈദിക കാന്തിക തരംഗങ്ങൾ ലിയോയുടെ തലയ്ക്ക് മുകളിലായി ഒരു ഇലക്ട്രിക് പോർട്ടൽ സൃഷ്ടിച്ചു. അതിൽ നിന്നുമുള്ള കൃത്രിമ മിന്നലുകൾ അവന്റെ ശരീരത്തിലേക്ക് പതിച്ചു. ലിയോ ഒരു വിറയലോടെ ബോധരഹിതനായി. എഞ്ചിൻ അതിന്റെ പൂർണ്ണ വേഗത കൈവരിച്ചപ്പോൾ ബെഞ്ചമിൻ കണ്ണുകൾ ഇറുക്കെ പൂട്ടി. ശക്തിയേറിയ വെള്ളി വെളിച്ചം അവിടെ മിന്നിമാഞ്ഞു. എഞ്ചിൻ സാവധാനം നിശ്ചലമായി. ബെഞ്ചമിൻ മെല്ലെ കണ്ണുകൾ തുറന്നു. അയാൾക്ക് മുന്നിൽ ലിയോ ഉണ്ടായിരുന്നില്ല. പകരം അവിടെ സ്ഥാപിച്ചിരുന്ന സ്ക്രീനിൽ ടെലിപ്പോർട്ടേഷൻ ടു പ്ലാനറ്റ് സൈഫർ സക്സസ് എന്ന് എഴുതിയിരുന്നു. യെസ്, ഞാൻ വിജയിച്ചിരിക്കുന്നു. വർഷങ്ങളായുള്ള എന്റെ ഗവേഷണത്തിന് ഫലമുണ്ടായിരിക്കുന്നു. ബെഞ്ചമിൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. റോബോട്ട് ജീന ബെഞ്ചമിനെ അറിയിച്ചു. ബെഞ്ചമിന്റെ മുഖത്ത് ക്രൂരമായ ഒരു പുഞ്ചിരി വിടർന്നു. അവൻ ഇനി ഒരിക്കലും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. അവനെ ആ ഗ്രഹത്തിലേക്ക് അയക്കാനുള്ള വഴി മാത്രമേ എനിക്കറിയൂ. തിരികെ എത്തിക്കാനുള്ള മാർഗം എനിക്കറിയില്ല. അഥവാ ഇനി അവൻ തിരികെ എത്തണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ലിയോ എൻ്റെ വെറും ഒരു പരീക്ഷണ വസ്തു മാത്രമായിരുന്നു. എന്തായാലും അവന്റെ ജീവിതം അവൻ അവസാനിപ്പിക്കാനിരുന്നതാ. അതിങ്ങനെ അങ്ങ് തീരട്ടെ. ബെഞ്ചമിന്റെ അട്ടഹാസം അവിടെ മുഴങ്ങി. ആ സമയത്താണ് ബെഞ്ചമിന്റെ മകളായ സേറ ലാബിനുള്ളിലേക്ക് വന്നത്. അച്ഛനെ പോലെ മകൾക്കും ടൈം ട്രാവലിനെ കുറിച്ചുള്ള പഠനം ഇഷ്ടമാണ്. അവൾ കോളേജിൽ എടുത്തിരിക്കുന്ന കോഴ്സും അതുതന്നെയാണ്. ലിയോയും സേറയും ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. സേറയ്ക്ക് അവനോടുള്ളിൽ പ്രണയമുണ്ട്. എന്നാൽ ലിയോയ്ക്ക് അതിനെക്കുറിച്ച് അറിയില്ല.
ലിയോയുടെ അച്ഛന്റെ മരണശേഷമുണ്ടായ ബാധ്യതകൾ കാരണം അവൻ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചിരുന്നു. മുന്നിലെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയ സേറ അതിൽ ലിയോയുടെ വിവരങ്ങൾ കണ്ടു ഞെട്ടുന്നു. ബെഞ്ചമിൻ ലിയോയെ എന്തോ പരീക്ഷണത്തിന് ഉപയോഗിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. ലിയോ എവിടെ പപ്പാ? സേറ സംശയത്തോടെ ബെഞ്ചമിനെ നോക്കി. അയാളുടെ മുഖത്തെ പതിവില്ലാത്ത സന്തോഷം അവളെ കുഴപ്പിച്ചു. അവനെ വെച്ച് പപ്പ എന്ത് പരീക്ഷണമാണ് നടത്തിയത്? പപ്പയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ അവന്റെ വിവരങ്ങൾ നൽകിയത്. പപ്പ അത് ദുരുപയോഗം ചെയ്തോ? അവനെ പപ്പ എന്താ ചെയ്തത്? സേറ, നീ സമാധാനമായിരിക്കെ. ലിയോയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവനെ ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അയക്കുക മാത്രമാണ് ചെയ്തത്. അവൻ അവിടെ സേഫ് ആയിരിക്കും. ബെഞ്ചമിൻ ഉള്ളിലെ സന്തോഷം മറച്ചുവെച്ച് പറഞ്ഞു. പപ്പ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ? സേറ പുച്ഛത്തോടെ ബെഞ്ചമിനെ നോക്കി. ലിയോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. പപ്പ അവനോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ബെഞ്ചമിൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. എന്റെ സേറ, ലിയോയ്ക്ക് അവനെ സ്വയം സംരക്ഷിക്കാനുള്ള കഴിവ് പോലുമില്ല. പിന്നെയാണോ അവൻ നിന്നെ കൂടി നോക്കുന്നത്? മോൾക്ക് പപ്പയില്ലേ? അവൻ എന്തായാലും മരിക്കാൻ തീരുമാനിച്ചവനാണ്. അങ്ങനെയുള്ളവന് ഞാനൊരു പുനർജന്മം നൽകി, അത്രയേ ഉള്ളൂ. അങ്ങ് ദൂരെ മറ്റൊരു ലോകത്തേക്ക് ഞാൻ അവനെ അയച്ചു. ഇനി അതാണ് അവന്റെ ലോകം. സേറ കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ മുന്നിലുള്ള ഹോളോഗ്രാഫിക് സ്ക്രീനിലേക്ക് നോക്കി. അവിടെ പ്ലാനറ്റ് സൈഫർ മെല്ലെ കറങ്ങുന്നുണ്ടായിരുന്നു. ലിയോ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ കണ്ണിലേക്ക് അടിച്ചു കയറിയ പ്രകാശത്തിൽ അവന്റെ കണ്ണുകൾ ചിമ്മിപ്പോയി. താൻ വന്ന് പെട്ടിരിക്കുന്നത് വലിയൊരു വനത്തിനുള്ളിലാണെന്ന് അവന് മനസ്സിലായി. ലിയോ നിലത്ത് നിന്നും എഴുന്നേറ്റ് തല കുടഞ്ഞു. സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നം പോലെ അവന് തോന്നി. പെട്ടെന്നാണ് അവൻ കയ്യിൽ പുതുതായി വന്ന ബ്രേസ്ലെറ്റ് കണ്ടത്. അവനത് കയ്യിൽ നിന്നും ഊരിയെറിയാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിലെ ബട്ടണിൽ പ്രസ്സായി അതിൽ നിന്നും ഒരു വെളിച്ചവും ഒപ്പം ഒരു മാജിക്കൽ സ്ക്രീനും അവന് മുന്നിലേക്ക് തെളിഞ്ഞു വന്നു. അതിൽ പരിണാമ വളർച്ച 0, ആത്മശക്തി 0, ആയുധം 0, കവചം 0, ജീവികൾ 0, ലൈഫ് സെൽസ് 0 എന്ന് കാണിച്ചിരുന്നു. ലിയോ ഭയം കൊണ്ട് വിറയ്ക്കുന്ന ദേഹത്തോടെ അതിലേക്കും അവന് ചുറ്റും മാറി മാറി നോക്കി. അതേസമയം ലാബിൽ സേറ അവളുടെ അച്ഛൻ ലിയോയോട് ചെയ്തതോർത്തുള്ള വിഷമത്തിലാണ്. മാപ്പർഹിക്കാത്ത തെറ്റാണ് പപ്പ ലിയോയോട് ചെയ്തത്. നിങ്ങളെ വിശ്വസിച്ചവനെ തന്നെ നിങ്ങൾ കുരുക്കിൽപ്പെടുത്തിയല്ലോ. ഇതിലും ഭേദം അവൻ ആ ട്രെയിനിന് മുന്നിൽ പെട്ടുപോകുന്നതായിരുന്നു. സേറ പറയുന്നത് കേട്ട് ബെഞ്ചമിന് ദേഷ്യം വന്നു. സേറ, കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കാൻ നീ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. പ്ലാനറ്റ് സൈഫറിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? എൻ്റെ എത്ര കാലം കൊണ്ടുള്ള സ്വപ്നമാണിപ്പോൾ നടന്നതെന്ന് നിനക്കറിയുമോ? നിന്റെ പപ്പയെ ഓർത്ത് അഭിമാനിക്കേണ്ട സമയത്ത് നീ ആ ഭീരുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അയാൾ തുടർന്നു. സേറ, വെറുതെ എന്നോട് ദേഷ്യം കാണിക്കാതെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. മരിക്കാൻ പോയവന് ഞാൻ മറ്റൊരു ജീവിതം കൊടുക്കുകയാണ് ചെയ്തത്. സൈഫർ ഗ്രഹം മറ്റൊരു ലോകമാണ്. അവിടെ പൊരുതി ജീവിക്കാൻ കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ്. ദൈവത്തിനോളം യോഗ്യമായ ഒരു ജീവിതം അവൻ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിന് അവന് വേണ്ട ഒരേ ഒരു യോഗ്യത വേട്ടയാടാൻ അറിയുക എന്നുള്ളത് മാത്രമാണ്. സേറ നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ തുടച്ചു മാറ്റി ദേഷ്യത്തോടെ ബെഞ്ചമിനെ നോക്കി പറഞ്ഞു. ലിയോയെ തിരികെ കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ബെഞ്ചമിൻ സൗമ്യമായ പുഞ്ചിരിയോടെ അവളെ നോക്കി. ഒരു വഴിയുണ്ട് സേറ. ബെഞ്ചമിൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ ആകാംക്ഷയോടെ അയാളെ നോക്കി. പക്ഷെ ആ വഴി അതെന്റെ കയ്യിലല്ല സേറ. നിന്റെ പ്രിയപ്പെട്ട കാമുകൻ ഇനി ഭൂമിയിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനൊരു നായകനാകണം. പരിണമിച്ച് അവനൊരു നേതാവായി മാറണം. സൈബർ ലോകത്തിനെ അവൻ്റെ മാന്ത്രിക ശക്തികളാൽ അടക്കി വാഴാൻ കഴിയണം. അങ്ങനെ സംഭവിച്ചാൽ അവന് ഭൂമിയിലേക്ക് തിരികെ വരാൻ കഴിയും, ബെഞ്ചമിൻ പറഞ്ഞു. സേറ എല്ലാം കേട്ട് തകർന്നിരുന്നു. ക്രൂരമായ പുഞ്ചിരിയോടെ ബെഞ്ചമിൻ ജീനയെ നോക്കി. എന്താ ജീന, ലിയോ തിരികെ എത്തുമെന്ന് നീ കരുതുന്നുണ്ടോ? ജീന കമ്പ്യൂട്ടറിലെ പലതരം ഡാറ്റാസ് വിശകലനം ചെയ്തിട്ട് ബെഞ്ചമിനെ നോക്കി പറഞ്ഞു. ബെഞ്ചമിൻ എന്തോ തമാശ കേട്ടതുപോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ 1% സാധ്യതയുണ്ട്. സൂപ്പർ. ആ 1% കൊണ്ട് അവൻ സിനിമയിലെ നായകനെ പോലെ എല്ലാം അതിജീവിച്ച് ഇവിടെ എത്തുമോ? സേറയ്ക്ക് അവളുടെ പ്രണയത്തിനെ സ്വന്തമാക്കാൻ കഴിയുമോ? അതോ ലിയോയുടെ ജീവിതം സൈഫറിൽ തന്നെ അവസാനിക്കുമോ? ഒക്കെ കണ്ടറിയണം. ബെഞ്ചമിൻ ഉറക്കെ ചിരിച്ചു. ബെഞ്ചമിന്റെ സംസാരം സഹിക്കാനാവാതെ സേറ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആ ഇരുണ്ട വനത്തിൽ ലിയോ ഒറ്റയ്ക്കായിരുന്നു.
അവൻ കൗതുകത്തോടെയും ഭയത്തോടെയും ചുറ്റുമുള്ള കാഴ്ചകൾ വീക്ഷിച്ചു. അവിടെ മഞ്ഞ നിറമുള്ള ആകാശത്ത് കൂറ്റൻ മരങ്ങളും വലിയ പാറകളും മേഘങ്ങൾ പോലെ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. നനുത്ത സുഗന്ധമുള്ള വായു അവൻ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ഇത്രയും ശുദ്ധമായ വായു അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശ്വസിക്കുന്നത്. അവൻ നന്നായി ആസ്വദിച്ച് ശ്വാസം ഉള്ളിലേക്കെടുത്തു. അവൻ നിന്നിരുന്നതിന് അല്പം മാറി വലിയ ഭംഗിയുള്ള പൂക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ പൂവുകൾ വിടരുന്ന ശബ്ദം പ്രകൃതിയുടെ താരാട്ട് പോലെ അവിടെ അലയടിച്ചു. പല നിറങ്ങളിലും വലിപ്പത്തിലുമുള്ള പൂക്കൾ അവന്റെ കൺമുന്നിൽ വിരിയുന്നത് കണ്ടവൻ അത്ഭുതപ്പെട്ടു. ഉള്ളിലുള്ള ഭയം മറന്നുകൊണ്ട് അവൻ ആ പൂക്കളുടെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് പൂക്കൾ നിറഞ്ഞ ഒരു വള്ളി അവന്റെ കയ്യിൽ ചുറ്റി അവനെ മുകളിലേക്ക് ഉയർത്തി. പൂക്കൾ അവന് മേലെ പൂവിതളുകൾ വർഷിച്ചു. ആ പുതിയ പ്രകൃതി അവനെ വരവേൽക്കുകയായിരുന്നു. അവന് മുന്നിൽ തല കുനിച്ച പൂക്കളിൽ ഒന്നിന്റെ ഒരു ഇതളടർന്ന് ലിയോയ്ക്ക് മുന്നിലേക്ക് വീണു. അവൻ നോക്കി നിൽക്കെ അടർന്നു വീണ ആ ഇതളിൽ നിന്നും ചെറിയൊരു പ്രകാശം പുറപ്പെടുകയും അതൊരു സ്വർണ്ണവർണ്ണത്തിലുള്ള പൂവിതളായി മാറുകയും ചെയ്തു. വള്ളികളിൽ നിന്ന് സ്വതന്ത്രനായ ലിയോ അത്ഭുതത്തോടെ ആ പൂവിതളിനെ കയ്യിലേക്കെടുത്തു. സൂക്ഷ്മതയോടെ അതിനെ നിരീക്ഷിച്ചിട്ട് അവൻ തന്റെ പോക്കറ്റിലേക്ക് അതിനെ നിക്ഷേപിച്ചു. ലിയോ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധയോടെയാണ് വെച്ചത്. പ്രൊഫസർ ബെഞ്ചമിന്റെ ചതി തിരിച്ചറിയാൻ കഴിയാതെ അവൻ കയ്യിൽ ഘടിപ്പിച്ചിരുന്ന GPS ട്രാക്കറിലെ സിഗ്നലിലേക്ക് നോക്കി. അതുപയോഗിച്ച് കാണാതായ ഡേറ്റ കളക്ടറിനെ അന്വേഷിച്ച് ദിക്കും ദിശയും അറിയാതെ ലിയോ ആ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു. ഏറെ നേരം നടന്നു തളർന്ന് അവൻ നിലത്തേക്കിരുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ സൈഫർ ഗ്രഹത്തിലേക്ക് എത്തി സാർ. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഡേറ്റ കളക്ടർ മാത്രം എനിക്കൊരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ ഡിവൈസിനെ എങ്ങനെ കണ്ടെത്തുമെന്ന് എനിക്കൊരു ഊഹവുമില്ല. പ്രൊഫസർ ബെഞ്ചമിനോട് എന്ന പോലെ മുന്നിലേക്ക് നോക്കി അവൻ പറഞ്ഞു. നിങ്ങൾ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് കേട്ട നിഗൂഢമായ ശബ്ദത്തിൽ പേടിച്ചുപോയ ലിയോ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. ആരാ ഇപ്പോ എന്നോട് സംസാരിച്ചത്? ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അവൻ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. ഞാൻ നിങ്ങളെ 56-ാമത്തെ തവണയാണ് ഇവിടെ കാണുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ ഭാഗത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്? വീണ്ടും ആ നിഗൂഢമായ ശബ്ദം അവിടെ മുഴങ്ങി. എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കരുത്. ആരാണെങ്കിലും പുറത്തേക്ക് വാ, നമുക്ക് നേർക്കുനേരെ സംസാരിക്കാം. അവൻ ഉള്ളിലുള്ള ഭയം മറച്ചുകൊണ്ട് പറഞ്ഞു. ഹേ കൊച്ചു പയ്യ, നീ ഈ വനത്തിൽ പുതുതാണെന്ന് തോന്നുന്നുവല്ലോ. നീ ഏതു തരം വേട്ടക്കാരനാണ്? നീ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? ഏയ്, ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ കിടന്നിങ്ങനെ ചുറ്റിക്കറങ്ങേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, ഈ വനത്തെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇവിടെ വരില്ലായിരുന്നു. ആ ശബ്ദം എവിടെ നിന്നും വരുന്നതാണെന്ന് കണ്ടെത്താൻ ലിയോ പരിഭ്രാന്തിയോടെ അവന് ചുറ്റും നോക്കി. നിങ്ങൾ ദയവായി പുറത്തേക്ക് വരൂ. എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. എന്തിനാണ് നിങ്ങളിങ്ങനെ മറിഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആരാണ്? ഹേ കാട്ടിലകപ്പെട്ടു പോയ നിസ്സഹായനായ മനുഷ്യ, നിന്റെ ജീവശക്തിയെ മനസ്സിലാക്കുന്നതിനായി നിന്നോടൊപ്പം ഞാൻ വരും. വീണ്ടും ആ ശബ്ദം കേട്ട് ഭയന്ന ലിയോ വേഗം അവിടെ നിന്നും ഓടി ഒരു വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. മാനം മുട്ടി നിൽക്കുന്ന ആ വെള്ളച്ചാട്ടം കണ്ടാൽ ആകാശത്ത് നിന്നും നേരിട്ട് വെള്ളം ഭൂമിയിലേക്ക് പതിക്കുന്നത് പോലെ തോന്നും. കാതടപ്പിക്കുന്ന ശബ്ദത്തിലായിരുന്നു വെള്ളം മുകളിൽ നിന്നും വീണുകൊണ്ടിരുന്നത്. ഓടി തളർന്ന ലിയോ അവിടെ ഒരു ഭാഗത്തായിരുന്നു. അവിടെ വീശിക്കൊണ്ടിരുന്ന തണുത്ത കാറ്റിൽ അവൻ അല്പം ആശ്വാസം തോന്നി. ആ നിഗൂഢ ശബ്ദത്തിനുടമയിൽ നിന്നും രക്ഷപ്പെട്ടതോർത്ത് അവൻ നെടുവീർപ്പെട്ടു. ദാഹം തോന്നിയ ലിയോ അല്പം വെള്ളം കുടിക്കാനായി ഒഴുകി വരുന്ന വെള്ളത്തിലേക്ക് കുനിഞ്ഞു. അവൻ കൈകൊണ്ട് അല്പാൽപമായി വെള്ളം കോരി കുടിച്ചു. മുന്നിലുള്ള വെള്ളത്തിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തിലേക്ക് അവൻ ഒരു നിമിഷം നോക്കി നിന്നു. നിനക്ക് ദാഹിക്കുന്നുണ്ടോ? പെട്ടെന്ന് കേട്ട ശബ്ദത്തിൽ അവൻ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് പിന്നിലേക്ക് വീണു. അവന്റെ മുന്നിൽ ഒരു കുഞ്ഞു രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. ലിയോ പേടിയോടെ അതിനെ നോക്കി. വൃത്താകൃതിയിലുള്ള ചെറിയൊരു രൂപം, ജെല്ലി കൊണ്ട് നിർമ്മിച്ചതുപോലെയുള്ള ശരീരം, അതിൽ നിന്നും മുളച്ചിരിക്കുന്നത് പോലെയുള്ള ചെറിയ കൈകാലുകൾ. ഒരു കൈപ്പത്തിയോളം മാത്രം വലിപ്പമുള്ള ആ രൂപത്തെ കണ്ട് പരിഭ്രാന്തനായ ലിയോ നിലത്തു നിന്നും ഒരു കമ്പെടുത്ത് അതിനെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചു. ഷു ഷു പോ! അവൻ അതിനെ കമ്പ് കൊണ്ട് പിന്നിലേക്ക് തള്ളിമാറ്റി. ഹേയ്, എന്നെ ഉപദ്രവിക്കുന്നത് നിർത്തി ചെറുക്ക, ഞാൻ നിന്റെ ശത്രുവല്ല, ആ ചെറിയ രൂപം പറഞ്ഞു. നിനക്ക് സംസാരിക്കാൻ കഴിയുമോ? അപ്പോൾ നേരത്തെ ഞാൻ കേട്ട ശബ്ദം അത് നിന്റെ ആയിരുന്നോ? ലിയോ ആ രൂപത്തിനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അതെ, ഞാൻ തന്നെയായിരുന്നു. നിന്നെ വെറുതെ ഒന്ന് പേടിപ്പിക്കാമെന്ന് കരുതി. അത് കാര്യമാക്കണ്ട. നീ ആരാണെന്ന് പറയൂ, ആ രൂപം അവനോട് ചോദിച്ചു. അത് ഞാനിവിടെ ഒരു ഡേറ്റ കളക്ടിംഗ് ഡിവൈസ് അന്വേഷിച്ച് വന്നതാണ്. ആ മെഷീനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ശരിയാക്കിയാൽ മാത്രമേ എനിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയൂ.
പ്രൊഫസർ ബെഞ്ചമിൻ സെൻഡ് ചെയ്ത ടെലിപ്പോർട്ടിംഗ് മെഷീൻ ഉറപ്പായും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകും. പക്ഷേ ഈ GPS ട്രാക്കറിൽ എനിക്കതിൻ്റെ ഒരു സിഗ്നലും കിട്ടുന്നില്ല. അവൻ വെപ്രാളത്തിൽ പറഞ്ഞു നിർത്തി. മതി മതി, എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ആ ചെറിയ രൂപം പറഞ്ഞത് കേട്ട് ലിയോയുടെ മുഖം മങ്ങി. നീ വിഷമിക്കണ്ട കുഞ്ഞെ, ഞാൻ നിന്നെ സഹായിക്കാം. അത് കേട്ടതും ലിയോയുടെ കണ്ണുകൾ വിടർന്നു. ശരിക്കും ശരിക്കും നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോ? ലിയോ സന്തോഷത്തോടെ അതിനെ നോക്കി. എൻ്റെ കുട്ടി, നിനക്ക് ഞാൻ ആരാണെന്നറിയുമോ? ഞാനാണ് ചീനു, ഈ കാട്ടിലെ ഏറ്റവും മികച്ച വേട്ടക്കാരൻ. ചീനു ഒരു സ്റ്റൈലിഷ് പോസിൽ നിന്നുകൊണ്ട് ലിയോയോട് പറഞ്ഞു. വേട്ടക്കാരനോ? ലിയോ മനസ്സിലാകാതെ ചീനുവിനെ നോക്കി. നീ എന്താ എന്നെ കളിയാക്കുവാണോ? എന്താ വേട്ടക്കാരനെന്ന് കേട്ടിട്ടില്ലേ? പുറത്തുനിന്ന് എത്ര വലിയ വേട്ടക്കാരൻ ഈ കാടിനുള്ളിലേക്ക് വേട്ടയാടാനായി വന്നാലും ഇവിടെ നിന്നും അവന് പുറത്ത് കടക്കണമെങ്കിൽ ഈ കാട്ടിലെ വേട്ടക്കാരായ ഞങ്ങളെപ്പോലെയുള്ള വഴികാട്ടികളുടെ ആവശ്യമുണ്ടാകും. മനസ്സിലായോ? ലിയോ അതിന് തലയാട്ടി. ഒരു വേട്ടക്കാരും ഞങ്ങളെ വേട്ടയാടുകയില്ല. ചിലർ ഞങ്ങളെ വളർത്തു മൃഗങ്ങളായി ഒപ്പം കൂട്ടാറുണ്ട്. ചില വേട്ടക്കാർ ഞങ്ങളെ അവരുടെ വഴികാട്ടിയായി തിരഞ്ഞെടുക്കും. പക്ഷേ എനിക്കൊരു വളർത്തു മൃഗമായി ഇരിക്കാൻ താല്പര്യമില്ല, ചീനു പറഞ്ഞു. ചീനു, നീ എനിക്ക് വേണ്ടി ആ ഉപകരണം കണ്ടെത്തി തരുമോ? ലിയോ ചീനുവിനോട് അപേക്ഷിച്ചു. നിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് സഹതാപം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ അത് കണ്ടെത്താൻ സഹായിക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ചീനു പറഞ്ഞത് കേട്ട് ലിയോയുടെ ഉള്ളം നാളി. ഒരാളുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിലായത്. ഇനി ഈ കുട്ടിപ്പിശാചിൻ്റെ ആവശ്യം എന്താണോ ആവോ? ലിയോ ആലോചനയോടെ ചീനുവിനെ നോക്കി. എന്താണ് നിന്റെ കണ്ടീഷൻ? ലിയോ ചോദിച്ചു. വഴികാട്ടിയായി എന്നെ നിന്റെ ഒപ്പം കൂട്ടണം. നിന്റെ രഹസ്യം തേടി കണ്ടെത്തുന്നത് വരെയും ഏത് നരകത്തിൽ പോകാനാണെങ്കിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. നിനക്ക് സമ്മതമാണോ? ചീനു അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. നിന്റെ ആവശ്യം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ചീനുവിനെ പിണക്കുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ ലിയോ അവനുമായി വാക്കാൽ ഒരു കരാറുണ്ടാക്കി. ചീനു സന്തോഷത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ലിയോയുടെ തോളിലേക്ക് കയറിയിരുന്നു. നിനക്കെന്നെ ലിയോ എന്ന് വിളിക്കാം, ലിയോ ചീനുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും യാത്ര തുടങ്ങി. നടക്കുന്നതിനിടയിൽ ലിയോ ഇടയ്ക്കിടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന GPS ട്രാക്കറിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. എന്താ നിന്റെ കയ്യിൽ? അല്ല, ആരാ നിന്നെ ഇവിടേക്ക് അയച്ചതെന്നാ പറഞ്ഞത്? ലിയോയുടെ തോളിൽ ഇരുന്നു കൊണ്ട് ചീനു തിരക്കി. പ്രൊഫസർ ബെഞ്ചമിൻ, അദ്ദേഹം ഒരു വലിയ ശാസ്ത്രജ്ഞനാണ്. പ്രൊഫസർ എന്ന വാക്ക് ചീനു പറയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാമോ? അത് കേട്ട ലിയോ ദേഷ്യത്തോടെ ചീനുവിനെ നോക്കി പറഞ്ഞു. ഞാൻ മിണ്ടാതിരുന്നാൽ പിന്നെ നിനക്ക് ആര് വഴി പറഞ്ഞു തരും? നിനക്ക് എൻ്റെ കഴിവിൽ സംശയമുണ്ടോ ലിയോ? ലിയോ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ അവിടെ ഒരു അലർച്ച മുഴങ്ങി. ഓ, ഇത് നിന്റെ കൂട്ടത്തിലുള്ള ആരുടെങ്കിലും ശബ്ദമാകും. നേരത്തെ ചീനു ലിയോയെ പറ്റിച്ചതോർത്ത് അവൻ പറഞ്ഞു. ഇപ്രാവശ്യം അല്പം കൂടി അടുത്തു നിന്ന് ആ അലർച്ച കേട്ടു. ഇത് ഞങ്ങളുടെ ശബ്ദമല്ല ലിയോ. ചീനു പറഞ്ഞത് കേട്ട ലിയോ പരിഭ്രാന്തനായി ചുറ്റും നോക്കി. അടുത്തടുത്ത് വരുന്ന കാലടി ശബ്ദത്തിൽ അവൻ ഭയന്നു വിറച്ചു. ജീവൻ വേണമെങ്കിൽ ഓട് ലിയോ, ഇല്ലെങ്കിൽ അത് നിന്നെ കൊല്ലും. ജീവനോടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. ചീനുവിന്റെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പരിഭ്രമത്തോടെ ചീനുവിനായി ചുറ്റും നോക്കി. അയ്യോ ചീനു, നീ എവിടെ പോയി? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാതെ ചീനു, നീ എവിടെയാണ്? ലിയോ പരിഭ്രാന്തിയോടെ ചീനുവിനെ തിരയുന്നതിനിടയിൽ അവന് മുന്നിലേക്ക് ഇരട്ട തലയുള്ള ചുവന്ന ഭീകരനായ ഒരു ചെന്നായ വന്നു നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി ആ പാവം ചെറുപ്പക്കാരൻ ആ വന്യമൃഗത്തിന് മുന്നിൽ ശ്വാസം നിലച്ചു നിന്നുപോയി. 7 അടി ഉയരവും ഇരട്ട തലകളുള്ള ഭീമാകാരനായ ഒരു ചുവന്ന ചെന്നായ. അതിന്റെ വായിൽ നിന്നും ഇറ്റു വീഴുന്ന ഉമിനീർ നിലത്ത് വീണ് ചെതറി. കനൽക്കട്ട പോലെ തിളങ്ങുന്ന അതിന്റെ 4 കണ്ണുകളിലേക്ക് നോക്കിയ ലിയോ ആലില പോലെ ഭയന്നു പറച്ചു. നോക്കി നിൽക്കാതെ ഓടണമണ്ട! ചീനുവിന്റെ ശബ്ദം കേട്ട ലിയോ ഇല്ലാത്ത ധൈര്യം സംഭരിച്ചുകൊണ്ട് അവിടെ നിന്നും ജീവനും കൊണ്ടോടി. ചെന്നായ ആക്രോശത്തോടെ അവനെ വിടാതെ പിന്തുടർന്നു. ലിയോ മുന്നിൽ കിടന്ന വലിയൊരു മരത്തടിയിൽ വലിഞ്ഞു കയറി മറുഭാഗത്തേക്ക് ചാടിയോടി. പിന്നാലെ എത്തിയ ചെന്നായ തന്റെ 2 തലകളും ഉപയോഗിച്ച് ആ മരത്തടിയെ കടിച്ചു കുടഞ്ഞെറിഞ്ഞു. ലിയോയുടെ അടുത്തെത്താറായ ചെന്നായ അവനെ കടിക്കാനാഞ്ഞു. എന്നാൽ ലിയോ അവന്റെ സർവ്വശക്തിയും എടുത്ത് വേഗത്തിലോടി. ഓട്ടത്തിനിടയിൽ അവൻ ചരിവുള്ള ഒരു പ്രദേശത്തേക്ക് കാലിടറി വീണു. ലിയോയ്ക്ക് പുറകെ ഓടിയെത്തിയ ചെന്നായയും നിലതെറ്റി അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി. അവനെ മറികടന്ന് ആ ചരിവിലെ താഴ്ചയിലേക്ക് മുഖമടിച്ചു വീണു. ലിയോയും ഉരുണ്ട് താഴെ ആ ചെന്നായിയുടെ സമീപത്തായി എത്തി. അവൻ എഴുന്നേൽക്കാൻ കഴിയാതെ ഇഴഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മരത്തിന്റെ പൊള്ളയായ ഭാഗത്തേക്ക് കയറിയിരുന്നു.
അവിടെ നിന്നും ചാടി എഴുന്നേറ്റ ചെന്നായ ലിയോയ്ക്കായി ചുറ്റിനും നോക്കി. അവൻ ശ്വാസം അടക്കിയിരുന്നു. ചെന്നായിയുടെ തല പതിയെ അവനിരിക്കുന്ന ഭാഗത്തേക്ക് തിരയുന്നത് കണ്ട ലിയോ ഞെട്ടലോടെ അവിടെ നിന്നും എഴുന്നേറ്റോടാനായി ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അവന്റെ കാല് ആ വൃക്ഷത്തിന്റെ വേരുകൾക്കിടയിൽ കുടുങ്ങി. ലിയോ മരണവെപ്രാളത്തോടെ അവന്റെ കാല് വേരിനിടയിൽ നിന്നും വലിച്ചൂരാൻ പലതവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. എന്റെ കഥ കഴിഞ്ഞു. വായ പിളർന്ന് തനിക്ക് നേരെ അലറി അടുക്കുന്ന ക്രൂരനായ ചെന്നായയെ നോക്കി ലിയോ ഭയത്തോടെ നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് കുഴഞ്ഞു വീണു. തന്റെ നേർക്കടുത്ത ആ ചെന്നായിയുടെ രാഗി മിനുക്കിയ ഉളിപോലുള്ള ദംഷ്ട്രകൾ കണ്ടപ്പോൾ ഭയം കൊണ്ടവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഹൃദയമിടിപ്പ് ഉച്ചത്തിലായി. എല്ലാം അവസാനിച്ചു എന്നവൻ ഉറപ്പിച്ച ആ നിമിഷം എവിടെ നിന്നോ പാഞ്ഞു വന്നൊരു കുന്തം അവന്റെ നേരെ കുതിച്ചു ചാടിയ ചെന്നായയുടെ തലകളിൽ ഒന്നിലേക്ക് തുളച്ചു കയറി. ചെന്നായ ഒരു നിമിഷം നിശ്ചലമായി. അതിനുശേഷം വലിയൊരു അലർച്ചയോടെ അത് താഴേക്ക് പതിച്ചു. എന്താണിപ്പോ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ലിയോ കുഴങ്ങി. എന്തായാലും ആ ചെന്നായയിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ആരാണ് അതിനെ ആക്രമിച്ചതെന്നറിയാനായി അവൻ മരപ്പൊത്തിലിരുന്ന് ഏന്തി വലിഞ്ഞ് പുറത്തേക്ക് നോക്കി. ഒരു പെൺകുട്ടി പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടി. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. കടഞ്ഞെടുത്തതുപോലെയുള്ള ആകാര വടിവോടെ കാണപ്പെട്ട അവൾ വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. എങ്കിലും ആ പെൺകുട്ടിയെ കാണാൻ ഭൂമിയിലുള്ള മനുഷ്യരെ പോലെ ഉണ്ടെന്നുള്ളത് അവനെ ചെറുതായി അമ്പരപ്പിച്ചു. ഞാൻ കരുതി ഈ ഗ്രഹത്തിലുള്ളവരെ കാണാൻ അന്യഗ്രഹ ജീവികളെ പോലെ ഉണ്ടാകുമെന്ന്. പക്ഷെ ഇവളെ കാണാൻ മനുഷ്യരെ പോലെ തന്നെയാണല്ലോ. ഇനിയിപ്പോ ഇവളെയും ആരെങ്കിലും എന്നെ അയച്ചതുപോലെ എന്തെങ്കിലും മിഷനായി ഭൂമിയിൽ നിന്നും അയച്ചതാണോ? എന്നാലും അവളുടെ വസ്ത്രവും കയ്യിലുള്ള കുന്തവും ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഹേയ്, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ലിയോയുടെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ട് തിരക്കി. അവൻ പെട്ടെന്ന് പേടിച്ചെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ചോദിച്ചു, ചീനു, ആ പെൺകുട്ടി ആരാണ്? അവളാണ് താമര. റൈഡൻ നഗരത്തിലാണ് അവൾ താമസിക്കുന്നത്. ഇവൾ ഈ കാട്ടിൽ വേട്ടയാടുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചീനു അവളെപ്പറ്റി വിവരിക്കാൻ തുടങ്ങി. ഈ സമയം താമര വീണ് കിടക്കുന്ന ചെന്നായിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കുന്തം അതിന്റെ തലയിൽ നിന്നും വലിച്ചൂരി രണ്ടാമത്തെ തലയിലേക്ക് കുത്തിയിറക്കി. മരിച്ച ചെന്നായിയുടെ വയർ അവളൊരു കത്തി ഉപയോഗിച്ച് കീറി. കൈകൊണ്ട് അതിന്റെ വയർ ഇരുഭാഗത്തേക്കും പിളർന്നു മാറ്റി. ഉള്ളിൽ കൈയിട്ട് പച്ച മാംസം എടുത്ത് കഴിക്കാൻ തുടങ്ങി. അത് കണ്ട ലിയോയ്ക്ക് ഓക്കാനം വന്നു. ഓഹ്, ഇവളെങ്ങനെയാണ് ഇതൊക്കെ കഴിക്കുന്നത്? കാണുമ്പോൾ തന്നെ എന്തോ പോലെ. നിനക്ക് സെൽ പോയിന്റുകൾ കിട്ടണമെങ്കിൽ വേവിക്കാത്ത മാംസം കഴിക്കേണ്ടി വരും. അങ്ങനെ പോയിന്റുകൾ ലഭിച്ചാൽ മാത്രമേ ആത്മീയ ശക്തി ലഭിക്കുകയും നിനക്ക് പരിണമിക്കാൻ കഴിയുകയുമുള്ളൂ. അല്ല, നിനക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലേ? വേട്ടയാടി ഭക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ജീവിക്കാനുള്ള ഏക മാർഗം. ചീനു പറഞ്ഞത് ഒരു ഞെട്ടലോടെയാണ് അവൻ കേട്ടത്. ആവശ്യത്തിന് ചെന്നായ മാംസം കഴിച്ച താമര അവളുടെ വലത് കൈയിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് തിരിച്ചതും അവൾക്ക് മുന്നിൽ ഒരു മാജിക് സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടു. അതിലുണ്ടായിരുന്ന ടേബിളിൽ ഈ വിധം എഴുതിയിരുന്നു: പരിണാമ വളർച്ച 0, ആത്മശക്തി 0, ആയുധം കുന്തം, കവചം ഇരുമ്പ്, ജീവികൾ 433. അവൾ മാംസം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ സെൽ പോയിന്റുകൾ 444, 445, 446 എന്നിങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. അതെന്താ ചീനു? ലിയോ താമരയുടെ മുന്നിൽ കാണുന്ന സ്ക്രീൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. അതൊരു മാജിക് സ്ക്രീനാണ്. അതിൽ നിന്നും നിനക്ക് നിന്റെ പരിണാമത്തെക്കുറിച്ചെല്ലാം അറിയാനാകും. ആ ബ്രേസ്ലെറ്റ് നിനക്കും ഉണ്ടല്ലോ. ചീനു ലിയോയുടെ കയ്യിലേക്ക് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ലിയോ തന്റെ കയ്യിലെ ബ്രേസ്ലെറ്റ് തിരിച്ചു. അവർക്ക് മുന്നിൽ ഒരു മാജിക് സ്ക്രീൻ തെളിഞ്ഞു വന്നു. പരിണാമ വളർച്ച 0, ആത്മശക്തി 0, ആയുധം 0, കവചം 0, ജീവികൾ 0, ലൈഫ് സെൽസ് 0. ഹമ്പട വീരാ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? നിനക്കെല്ലാം വട്ടപൂജ്യമാണല്ലോ. ചീനുവിന്റെ കളിയാക്കൽ കേട്ട് ലിയോ ബ്രേസ്ലെറ്റ് തിരിച്ച് മാജിക് സ്ക്രീൻ ഇല്ലാതാക്കി. താമര അപ്പോഴേക്കും അവിടെ നിന്നും പോയിരുന്നു. ലിയോയും ചീനുവും മരപ്പൊത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. പെട്ടെന്ന് ഇരുവശങ്ങളിലും ഇരുമ്പുകോളം കെട്ടിയ ഒരു കയറ് വന്ന് ലിയോയുടെ ശരീരത്തിൽ ചുറ്റി. അടിതെറ്റിയ ലിയോ നിലത്തേക്ക് വീണു. ലിയോ ആ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവന്റെ മുന്നിലേക്ക് ഒരു കമ്പും കടിച്ചുകൊണ്ട് താമര വന്നു നിന്നു. നീ ആരാണ്? എന്തായാലും നീ റൈഡൻ സിറ്റിയിലുള്ളതല്ല. പിന്നെ എവിടെയാണ് നിന്റെ സ്വദേശം? ആരാണ് നിനക്ക് ഈ വനത്തിലേക്ക് കയറാനുള്ള അനുവാദം നൽകിയത്? നീ ഇവിടെ വേട്ടയാടാനായി വന്നതാണോ? അങ്ങനെയെങ്കിൽ നീ വേട്ടയാടുന്നത് എങ്ങനെയുള്ള മൃഗങ്ങളെയാണ്? ശ്വാസം വിടാതെയുള്ള താമരയുടെ ചോദ്യങ്ങൾ കേട്ട് ലിയോ ഉമിനീർ വിക്കി. അത് ഞാൻ ഇവിടെ അടുത്തുള്ളതാണ്. താമരയോട് സത്യങ്ങൾ തുറന്നു പറയാൻ അവന് ഭയം തോന്നി. അവനിൽ നിന്നും കാര്യമായ മറുപടിയൊന്നും ലഭിക്കാതെ അക്ഷമയായ താമര
അവനെ നേരെ നിർത്തി അവന്റെ വസ്ത്രങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. അവന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും അവൾക്ക് സ്വർണ്ണ പൂവിതൾ കിട്ടി. താമര അത്ഭുതത്തോടെ ആ പൂവിതളിലേക്കും ലിയോയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഈ വിശിഷ്ട പൂവിതൾ നിനക്കിതെവിടെ നിന്ന് കിട്ടി? ലിയോ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞോ, നിനക്കിതെവിടെ നിന്നാണ് കിട്ടിയത്? വിശേഷപ്പെട്ട പുഷ്പത്തിന്റെ അനുവാദമില്ലാതെ ഇത് നിനക്കൊരിക്കലും കിട്ടില്ല. പറയേ, ഇത് നീ ആരിൽ നിന്നെങ്കിലും മോഷ്ടിച്ചതാണോ? അവൾ അവന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ചോദിച്ചു. ലിയോ പരിഭ്രാന്തനായി. അല്ല, ഞാൻ മോഷ്ടിച്ചതല്ല, അതെനിക്ക് തന്നതാണ്. ഞാൻ കാട്ടിലുണ്ടായിരുന്ന സമയത്ത് ആ പൂവ് എനിക്ക് തന്നതാണിത്. സത്യമായിട്ടും കൂടുതലൊന്നും എനിക്കറിയില്ല. എന്നെ വിശ്വസിക്കും മാഡം, പ്ലീസ്. അവൻ ഭയത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ഞാൻ നിന്നെ വിശ്വസിക്കില്ല. എന്തായാലും നിന്നെ ഞാൻ എൻ്റെ ലീഡറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ബാക്കിയൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇനി നീ കള്ളം പറഞ്ഞതാണെങ്കിൽ നിന്റെ അന്ത്യം റൈഡൻ സിറ്റിയിൽ വെച്ചായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് താമര ദൂരേക്ക് നോക്കി വിസിലടിച്ചു. 6 കാലുകളുള്ള, കൊമ്പുള്ള, കാണാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു കുതിര അവൾക്ക് മുന്നിലേക്ക് ഓടിയെത്തി. അവൾ ലിയോയെ കയർ ഉപയോഗിച്ച് കുതിരയോട് ചേർത്ത് കെട്ടി. ഒപ്പം അവളും കുതിരപ്പുറത്തേക്ക് കയറി റൈഡനിലേക്കുള്ള അവരുടെ യാത്ര തുടങ്ങി. പകൽ വെളിച്ചം മറഞ്ഞു തുടങ്ങിയിരുന്നു. മഞ്ഞ നിറമുള്ള ആകാശത്ത് ഇരുട്ട് പരക്കാൻ തുടങ്ങി. താമരയുടെ കുതിരയുടെ കുളമ്പൊച്ച ആ വനത്തിനുള്ളിലെ ശാന്തത നിറഞ്ഞ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് പ്രതിധ്വനിച്ചു. കുതിരയുടെ വേഗത കാരണം താഴേക്ക് വീണു പോകുമോ എന്ന് ഭയന്ന ലിയോ കയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് കുതിരയുടെ പുറത്ത് അള്ളിപ്പിടിച്ചു കടന്നു. അങ്ങകലെ റൈഡൻ സിറ്റിയുടെ വിശാലമായ കോട്ടവാതിൽ കാണാൻ കഴിഞ്ഞു. താമര പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ലിയോ ഭയന്ന് വിയർപ്പിൽ കുതിർന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവൾ കുതിരയെ ലക്ഷ്യസ്ഥാനത്തേക്ക് പായിച്ചു. അത് റൈഡൻ സിറ്റിയുടെ ഭീമാകാരമായ ഗേറ്റിനു മുന്നിൽ കുതിച്ചെത്തി നിന്നു. കാവൽക്കാർ ആ വലിയ ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ താമര കുതിരയുമായി അകത്തേക്ക് കയറി. അവർക്ക് പിന്നിൽ വലിയ ശബ്ദത്തോടെ ഗേറ്റുകൾ അടഞ്ഞു. കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ച ശേഷം അവർ ഒരു ഇരുട്ട് മൂടിയ ഷെഡിലേക്കെത്തി. താമര കുതിരപ്പുറത്തു നിന്നും താഴെ ഇറങ്ങി. ഷെഡിന്റെ ഒരു ഭാഗത്ത് തൂക്കിയിട്ടിരുന്ന ഗ്ലാസ് ടാങ്കിൽ അവൾ വിരൽ കൊണ്ട് 2 പ്രാവശ്യം തട്ടി. പെട്ടെന്ന് അവിടമാകെ മഞ്ഞ നിറത്തിലുള്ള പ്രകാശം പരന്നു. ആ ഗ്ലാസ് ടാങ്കിനുള്ളിലെ സ്വയം പ്രകാശിക്കുന്ന ചെറിയ മത്സ്യങ്ങളായിരുന്നു ആ പ്രകാശം പരത്തിയത്. താമര ലിയോയെ കുതിരപ്പുറത്ത് നിന്നും വലിച്ച് നിലത്തേക്കിറക്കി. നേരെ നിൽക്കാൻ കഴിയാത്ത അവൻ തളർച്ചയോടെ അടുത്തുണ്ടായിരുന്ന തൂണിലേക്ക് ചാരി. അവൾ കയർ ഉപയോഗിച്ച് അവന്റെ കൈയും കാലും കെട്ടി നിലത്തേക്കിട്ടു. ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്നൊന്നും നീ കരുതണ്ട. ഞങ്ങളറിയാതെ ഈ റൈഡൻ നഗരത്തിൽ ഒരു ഇല പോലും അനങ്ങില്ല. അവശനായിരുന്നതുകൊണ്ട് തന്നെ അവൻ അവളെ ഒരു തരത്തിലും എതിർക്കാൻ നിന്നില്ല. എന്നാൽ ഒരു ദയവുമില്ലാതെ തന്നോട് പെരുമാറുന്ന ആ പെൺകുട്ടിയോട് അവന് ദേഷ്യം തോന്നി. ഇന്ന് രാത്രി നീ ഇവിടെ കിടന്ന് നന്നായി വിശ്രമിക്കേ. നാളെ നിന്റെ അവസാനത്തെ ദിനമാണ്. അവൾ ലിയോയെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നും പോയി. ലിയോ നിരാശയോടെ അവന് ചുറ്റും കണ്ണോടിച്ചു. അവന്റെ നോട്ടം ഒരു കുതിരയിലെത്തി നിന്നു. അവൻ അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന ദേഷ്യവും വിഷമവുമെല്ലാം കണ്ണീർ തുള്ളികളായി താഴേക്ക് പതിച്ചു. എന്റെ വിധി എന്തുകൊണ്ടാണ് ഈ വിധമായി പോയത്? എപ്പോഴും എല്ലാവർക്കും തട്ടിക്കളിക്കാനായി ഞാനൊരു കോമാളിയായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതിലും ഭേദം ഞാൻ ആ റെയിൽവേ ട്രാക്കിൽ വീണ് മരിക്കുന്നതായിരുന്നു. ലിയോ കുതിരയെ നോക്കി കരഞ്ഞുകൊണ്ട് തുടർന്നു. അല്ല, ഞാനെന്തിനാ ഇപ്പോൾ ഇതൊക്കെ നിന്നോട് പറയുന്നത്? നിനക്കറിയോ, എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ച പ്രൊഫസർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഈ അവസ്ഥയിലായത്. അയാളെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. ലിയോ ദേഷ്യത്തിൽ പല്ല് ഞെരിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ അവന്റെ ഭാവം മാറി. അയ്യോ, ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത്? ആ വലിയ മനുഷ്യൻ ഒരാൾ കാരണമാണ് ഞാനിപ്പോൾ ജീവനോടെ ഉള്ളത്. അദ്ദേഹമാണ് എൻ്റെ കുടുംബത്തിനെ കടക്കിണിയിൽ നിന്നും രക്ഷിച്ചത്. പ്രൊഫസർ വലിയ മനസ്സിനുടമയാണ്. പ്രൊഫസറെ കുറിച്ച് അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾ ഓർത്ത് അവന്റെ മുഖം പശ്ചാത്താപത്താൽ കുനിഞ്ഞു. അവന്റെ നിലവിളിയും പദം പറച്ചിലും സഹിക്കാൻ കഴിയാതെ ആ കുതിര പതുക്കെ പുറം തിരിഞ്ഞു നിന്നു. ഈ ലോകത്ത് ഞാൻ എത്തിയിട്ട് 1 ദിവസമേ ആയുള്ളൂ. അപ്പോഴേക്ക് ഞാനിതാ മരിക്കാൻ പോകുന്നു. നാളെ അവരെന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയില്ലല്ലോ. ഞാൻ തിരികെ എത്തുന്നതും കാത്തിരിക്കുന്ന അമ്മയെയും അനുജത്തിയെയും ഓർത്ത് മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. അവന്റെ കൺമുന്നിൽ അമ്മയും അനുജത്തിയും ഒത്തുള്ള നിമിഷങ്ങൾ മിന്നിമറഞ്ഞു. ഏറെ നേരത്തിന് ശേഷം കണ്ണീരുണങ്ങിയ മുഖവുമായി അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. താമര തന്റെ മുറിയിലെ ജനാലയിലൂടെ ലിയോയെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ അവനിൽ നിന്നും കൈക്കലാക്കിയ സ്വർണ്ണ പൂവിതളും ഉണ്ടായിരുന്നു. അപ്പോഴും അതെങ്ങനെ അവന്റെ കയ്യിൽ എത്തിയെന്നുള്ള ചിന്ത അവളെ വല്ലാതെ അലട്ടി. പെട്ടെന്ന് അവളുടെ തോളിൽ ഒരു ചെറിയ രൂപം തെളിഞ്ഞു. അതവളുടെ വളർത്തുമൃഗം നിധിയായിരുന്നു. താമര, നീ എന്താണ് ആലോചിക്കുന്നത്? അവൾ നോക്കി നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തി നോക്കിയിട്ട് നിധി താമരയോട് ചോദിച്ചു. നീ ആ കിടക്കുന്നവനെ കണ്ടില്ലേ? അവനെപ്പോലെ ഒരു പ്രത്യേകതകളും ഇല്ലാത്തവരുടെ സ്ഥാനം ആ തൊഴുത്തിലാണ്.
പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്തുകൊണ്ടാണ് ഈ വിശേഷപ്പെട്ട പൂവിതൾ പ്രകൃതി അവന് സമ്മാനിച്ചതെന്നാണ്. താമര, നീ ഇപ്പോഴും അവൻ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുകയാണോ? നീ അവൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അവനെ കണ്ടാൽ തന്നെ അറിയാം പഠിച്ച കള്ളനാണെന്ന്. എനിക്ക് ഉറപ്പുണ്ട്, മിക്കവാറും അവനിത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മോഷ്ടിച്ചതായിരിക്കും. നിധി തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ലിയോയെ നോക്കി. അവനപ്പോൾ പാതി മയക്കത്തിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല നിധി, ഒരുപക്ഷെ എന്തെങ്കിലും കാരണത്താൽ അവനെ പ്രകൃതി തെരഞ്ഞെടുത്തതാണെങ്കിലോ? നിനക്കറിയോ, അവൻ കയ്യിലൊരായുധം പോലുമില്ലാതെ കാട്ടിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. അവനെ ഏതെങ്കിലും മൃഗം ആക്രമിച്ചാൽ അവന്റെ കഥ കഴിയും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല നിധി. ഈ അവസ്ഥയിൽ അവന് സുരക്ഷിതനായിരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം റൈഡൻ സിറ്റിയാണ്. പക്ഷെ താമര, നീയൊന്ന് ആലോചിച്ചു നോക്ക്. അസൂയയും മത്സരവും തലയിൽ നിറച്ച ആളുകളാണ് ഇവിടെ ഉള്ളവർ. ഈ സ്വർണ്ണ പൂയിതൾ അവന്റെ കൈവശമുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അത് സ്വന്തമാക്കുന്നതിനായി അവനെ കൊന്നുകളയാൻ പോലും ഇവിടെയുള്ളവർ മടിക്കില്ല. നിധി പറഞ്ഞു. നീ പേടിക്കേണ്ട നിധി, ഞാൻ ഈ സ്വർണ്ണ പൂയിതളിനെ കുറിച്ച് ആരോടും പറയില്ല. പകരം അവനെ സംരക്ഷിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതേത് വഴി താമര? നിധി ആകാംക്ഷയോട് ചോദിച്ചു. നാളെ രാവിലെ ഞാൻ അവനെയും കൂട്ടി വിപാശയെ കാണാൻ പോകുന്നുണ്ട്. വിപാശയോട് ഞാൻ ചോദിക്കും അവനെ കൂടി ആർമിയിലേക്ക് എടുക്കാമോ എന്ന്. വിപാശയുടെ ആർമിയിലുള്ള ഒരാളെയും കൊല്ലാനുള്ള ധൈര്യം ഈ റൈഡൻ സിറ്റിയിൽ ആർക്കും ഉണ്ടാകില്ല. താമര ആത്മവിശ്വാസത്തോടെ ലിയോയെ നോക്കി നിധിയോട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ലിയോ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. പക്ഷേ നഗരം ഉണർന്ന് തുടങ്ങിയിരുന്നതിനാൽ എങ്ങും ശബ്ദമുഖരിതമായിരുന്നു. അവൻ മുഖം ചുളിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി തുറക്കാൻ ശ്രമിച്ചു. അല്പസമയത്തിനു ശേഷം ഒരു കോട്ടുവ ഇടാനായി വായ തുറന്ന് ഒപ്പം കണ്ണുകൾ തുറന്ന ലിയോ തുറന്നു വെച്ച വായടയ്ക്കാൻ മറന്ന പോലെ വാ പൊളിച്ച് നിന്നുപോയി. 40 അടിയോളം നീളമുള്ള ഒരു വെളുത്ത പെരുമ്പാമ്പ് അവന്റെ ശരീരത്തിനെ ചുറ്റി അവനു മുന്നിൽ വാ തുറന്നു നിന്നിരുന്നു. ആ പാമ്പ് തല ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് ലിയോയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഭയം കൊണ്ട് മരവിച്ചു പോയ ലിയോയ്ക്ക് ഒന്ന് നിലവിളിക്കാൻ പോലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഒരടി പോലും അനങ്ങാൻ കഴിയാത്ത വിധം ആ പെരുമ്പാമ്പ് അവനെ വരിഞ്ഞു മുറുക്കി. ശരീരം ഞെരിഞ്ഞമർന്നു. ആ സമ്മർദ്ദത്തിൽ അവനൊന്ന് ശ്വാസമെടുക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ആർത്തി പൂണ്ട് അവനെ ഭക്ഷിക്കാൻ എന്നതുപോലെ ആ പെരുമ്പാമ്പ് വാ പിളർന്നു. അതിന്റെ വായിലെ കൂർത്ത പല്ലുകൾ കണ്ടപ്പോൾ തന്നെ ലിയോയുടെ പകുതി ജീവൻ പോയിരുന്നു. അവൻ കണ്ണുകൾ രണ്ടും ഇറുകെ പൂട്ടിയെങ്കിലും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിനായി അവൻ ഒരു കണ്ണ് തുറന്നു നോക്കി. വാ പിളർന്ന പെരുമ്പാമ്പ് പിന്നിലേക്ക് മാറുന്നത് മുന്നിലേക്ക് കുതിക്കാനാണെന്ന് മനസ്സിലാക്കിയ ലിയോയുടെ തൊണ്ടയിൽ നിന്നും ഒരാർത്തനാദം പുറപ്പെട്ടു. അയ്യോ, എന്നെ രക്ഷിക്കണേ! ആരെങ്കിലും ഓടി വരണേ! ആരുമില്ല ഇവിടെ! ഈ പെരുമ്പാമ്പ് എന്നെ ഇപ്പൊ വിഴുങ്ങും! ആരെങ്കിലും ഓടി വരണേ! അയ്യോ! ലിയോയുടെ നിലവിളി കേട്ടിട്ടാകണം താമര അവിടേക്ക് ഓടി വന്നു. ആ സമയം പെരുമ്പാമ്പ് അവനെ വിഴുങ്ങാനായി അവനിലേക്ക് അടുക്കുകയായിരുന്നു. ലിയോയുടെ നിലവിളി കുറച്ചും കൂടി ഉച്ചത്തിൽ അവിടെ മുഴങ്ങി. താമരയെ കണ്ട ലിയോ അവളെ നോക്കി രക്ഷിക്കാനായി നിലവിളിച്ചു. മാഡം, എന്നെ വന്ന് രക്ഷിക്കേ! ഈ പാമ്പ് എന്നെ വിഴുങ്ങുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും രക്ഷിക്കും മാഡം. എന്നാൽ അത്രയും ഭീകരമായ അന്തരീക്ഷത്തിലും യാതൊരു ഭാവഭേദവുമില്ലാതെ കൈകൾ കെട്ടി നിൽക്കുന്ന താമരയെ കണ്ടവൻ ആശ്ചര്യപ്പെട്ടു. ഈസിൽ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആരെയും ഭയപ്പെടുത്തരുതെന്ന്. അവൾ ശാന്തമായി ആ പെരുമ്പാമ്പിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. താമരയുടെ ശബ്ദം കേട്ടതും അത്രയും നേരം വായ പിളർന്ന് ഉഗ്രരൂപിയായി നിന്ന പെരുമ്പാമ്പ് അനുസരണയോടെ വായടച്ചു. എന്നിട്ടത് ലിയോയെ നോക്കി കണ്ണു ചിമ്മി. താമര ലിയോയുടെ അടുത്തേക്ക് വന്നത് കണ്ട പാമ്പ് പേടിയോടെ അവനിലുള്ള പിടി അയച്ചു. എന്നിട്ട് അത് തൂണിലൂടെ ഇഴഞ്ഞ് മുകളിലേക്ക് പോയി ഷെഡിന്റെ മുകൾ ഭാഗത്തായി തൂക്കിയിട്ടിരുന്ന ഒരു പെട്ടിക്കുള്ളിൽ പോയി ഒളിച്ചു. പെരുമ്പാമ്പ് കൂട്ടിൽ കയറിയപ്പോഴാണ് ലിയോയുടെ ശ്വാസം നേരെ വീണത്. ഇനി ഇതുപോലെ ഇവിടെ വരുന്നവരെ നീ ഭയപ്പെടുത്തിയാൽ ഉറപ്പായും അതിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. എന്നുവെച്ചാൽ നിനക്ക് ഭക്ഷണമൊന്നും തരില്ലെന്ന് മനസ്സിലായോ? ഈസിലിനെ ശകാരിച്ചുകൊണ്ട് താമര ലിയോയെ കെട്ടിയിരിക്കുന്ന കയർ അഴിച്ചു മാറ്റി. അവന്റെ മുഖത്തേക്ക് നോക്കിയ താമരയ്ക്ക് അവനപ്പോൾ പൂർണ്ണമായും ആ ഭയത്തിൽ നിന്നും പുറത്ത് കടന്നില്ലെന്ന് മനസ്സിലായി. ഒരു പാമ്പിനെ കണ്ട് കരയാൻ മാത്രം ഭീരുവാണോ നീ? താമര കളിയാക്കലോടെ പറഞ്ഞുകൊണ്ട് ലിയോയെ നോക്കി. നിങ്ങൾക്കത് പറയാം. ആ കാട്ടിൽ സമാധാനത്തോടെ ഇരുന്ന എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആ പാമ്പിനെ വെച്ച് പേടിപ്പിച്ചു കൊല്ലാനായിരുന്നോ? ലിയോ എത്ര ശ്രമിച്ചിട്ടും ഉള്ളിലുള്ള വിഷമം അടക്കാൻ കഴിയാതെ അവൻ കരഞ്ഞുപോയി. അയ്യേ, കരച്ചിൽ നിർത്തടാ. അതെന്റെ വളർത്തുമൃഗമാണ്. അത് മനുഷ്യരെ ഒന്നും ചെയ്യില്ല. നീ കരച്ചിലൊക്കെ നിർത്തിയിട്ട് എന്റെ കൂടെ വാ. താമര അവന്റെ കയ്യിൽ പിടിച്ച് പോകാനായി വലിച്ചു. എന്നാൽ ലിയോ അവളുടെ കൈ ദേഷ്യത്തിൽ തട്ടിയെറിഞ്ഞു. ഞാനെന്തിനാ നീ പറയുന്നതനുസരിച്ച് നിന്നോടൊപ്പം വരുന്നത്? ഞാൻ വരില്ല. അല്ലെങ്കിൽ തന്നെ എന്തധികാരത്തിലാണ് നീ എന്നോട് ഓർഡർ ചെയ്യുന്നത്? ഞാൻ നിന്നോടൊപ്പം എവിടേക്കും വരുന്നില്ല. എന്നെ എത്രയും വേഗം എവിടെ നിന്നാണോ പിടിച്ചുകൊണ്ട് വന്നത് അവിടേക്ക് തിരിച്ചു കൊണ്ടാക്കണം, ലിയോ പറഞ്ഞു.
ഓഹോ, അങ്ങനെയാണോ? താമര ലിയോയെ നോക്കി പുഞ്ചിരിച്ചു. ഈസിൽ. മുകളിൽ പെട്ടിയിലുണ്ടായിരുന്ന പെരുമ്പാമ്പ് അവളുടെ വിളി കേട്ട് പെട്ടിയിൽ നിന്നും തല പുറത്തേക്ക് നീട്ടി നോക്കി. അത് കണ്ട ലിയോ പതിയെ താമരയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. വിശ്രമിക്കാൻ പോയാ അതിനെ നീ എന്തിനാ വെറുതെ ശല്യപ്പെടുത്തുന്നത്? എവിടേക്കാ പോകണ്ടേന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്നോളാം. ഉള്ളിലുള്ള നീരസം മറച്ചുകൊണ്ട് ലിയോ പറഞ്ഞു. താമര അവനെയും കൊണ്ട് ഷെഡിന് പുറത്തേക്കിറങ്ങി. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. നിന്റെ അടുത്ത് നേരത്തെ കണ്ടതുപോലുള്ള വളർത്തു മൃഗങ്ങൾ ഇനിയുമുണ്ടോ? അവൻ ഉത്കണ്ഠയോടെ താമരയെ നോക്കി ചോദിച്ചു. അവൾ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവിടെ നിന്നും പോയി. മുന്നിലേക്ക് നോക്കിയ ലിയോ റൈഡൻ എന്ന ഭീമാകാരമായ നഗരം കണ്ട് ഞെട്ടി മരവിച്ചു നിന്നു. ലിയോയ്ക്ക് അവൻ ഏതോ പുരാതന യുഗത്തിലേക്ക് എത്തിപ്പെട്ടതുപോലെ തോന്നി. വാള്, കുന്തം, കത്തി, കോടാലി, ഗദ തുടങ്ങിയവയാണ് പ്രധാനമായും അവിടെയുള്ള ആളുകളുടെ ആയുധങ്ങൾ. മാത്രമല്ല അവിടെയുള്ള ആളുകളെല്ലാം വളരെ ശക്തരുമാണ്. കുറച്ചുപേർ വേട്ടയാടിയ മൃഗങ്ങളെ കയറിൽ കെട്ടി വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചിലർ വേട്ടയാടിയ മൃഗങ്ങളെ വിൽപ്പന നടത്തുന്നു. അതൊക്കെ വാങ്ങിക്കഴിക്കുന്നവരുടെ ലൈഫ് സെല്ല് കൂടുന്നതവൻ കണ്ടു. ചിലരോടൊപ്പം അവർ ഇണക്കി വളർത്തുന്ന പലതരം മൃഗങ്ങളുമുണ്ട്. ചില മനുഷ്യർ വ്യത്യസ്തങ്ങളായ വലിയ മൃഗങ്ങളുടെ പുറത്തിരുന്ന് സവാരി ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള പടച്ചട്ടകൾ ധരിച്ച് വിവിധ ആയുധങ്ങളും കയ്യിലേന്തി അവിടെയുള്ളവർ അവരുടെ ദൈനംദിന ജോലികളിൽ മുഴുകിയിരിക്കുന്നു. റൈഡൻ നഗരത്തിന് നടുവിലായിട്ടാണ് അവിടുത്തെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കൊത്തുപണികൾ നിറഞ്ഞ കൂറ്റൻ തൂണുകളും ശില്പങ്ങൾ നിറഞ്ഞ ഇടനാഴികളും ചിത്രങ്ങൾ നിറഞ്ഞ ചുവരുകളുമൊക്കെയുള്ള ഒരു വലിയ കൊട്ടാരം. ലിയോ അത്ഭുതത്തോടെ അതിലുപരി ഭയത്തോടെയും എല്ലാം നോക്കിക്കണ്ടു. ഇവിടെ നിന്നും ഞാനെങ്ങനെ ജീവനോടെ രക്ഷപ്പെടും? ഈ നഗരത്തിനുള്ളിലാണ് ആ ഡേറ്റ കളക്ടിംഗ് ഡിവൈസ് ഉള്ളതെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ കണ്ടെത്തും? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ലിയോയുടെ ഉള്ളിൽ കിടന്ന് വീർപ്പുമുട്ടി. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുന്നു. എത്ര വലിയ നഗരമാണിത്. പെട്ടെന്ന് ലിയോയുടെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു. ലിയോ, നീ എന്തിനാ ഭയപ്പെടുന്നത്? അപ്രതീക്ഷിതമായി കേട്ട ശബ്ദത്തിൽ ലിയോ ഞെട്ടിപ്പോയി. ആ, അവൻ ദേഷ്യത്തോടെ ചീനുവിനെ നോക്കി. നിനക്കറിയോ ചീനു, ആ പെരുമ്പാമ്പെന്നെ വിഴുങ്ങേണ്ടതായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതാ താമരയുടെ വളർത്തുമൃഗമാണ് പോലും. ഇതിനെയൊക്കെയാണോ ഓമനിച്ച് വളർത്തുന്നത്? അതിനെ കണ്ട് പേടിച്ചെന്റെ ബോധം പോയില്ലെന്നേ ഉള്ളൂ. ആ സമയം അവൾ വന്നില്ലായിരുന്നെങ്കിൽ അതെന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയേനെ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇന്നലെ പോയതാണല്ലോ. നീ ഇതുവരെ എവിടെയായിരുന്നു ചീനു? ലിയോ ദേഷ്യത്തിൽ ചീനുവിനോട് ചോദിച്ചു. ലിയോ, ഞങ്ങളെപ്പോലെയുള്ളവരെ അങ്ങനെ എല്ലാവർക്കും കാണാൻ കഴിയില്ല. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ വഴികാട്ടിയാണ്. അതുകൊണ്ട് നിനക്ക് മാത്രമേ എന്നെ കാണാനും തൊടാനും ഞാൻ പറയുന്നത് കേൾക്കാനും കഴിയൂ. ചീനു സൗമ്യമായി ലിയോയോട് പറഞ്ഞു. ലിയോ വിശ്വാസം വരാത്ത മട്ടിൽ ചീനുവിനെ നോക്കി. അതായത് ലിയോ, എനിക്ക് നിനക്ക് വേണ്ടി വഴികാട്ടാൻ മാത്രമേ കഴിയൂ. അല്ലാതെ നിന്റെ വിധി മാറ്റാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. ചിലപ്പോൾ വിധി ഈ ദിവസം വരെ നിനക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടാകുകയുള്ളൂ. അങ്ങനെ ഓർത്ത് നമുക്ക് സമാധാനിക്കാം. ചീനു പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന ലിയോ ചീനുവിനെ തോളിൽ നിന്നും വലിച്ചെടുത്ത് 2 കൈകൾക്കുള്ളിലിട്ട് ഞെരിച്ചു. ജെല്ലി പോലെയുള്ള ചീനുവിന്റെ ശരീരത്തിനുള്ളിൽ ലിയോയുടെ വിരലുകളാഴ്ന്നു. ഇന്നെന്റെ മരണമാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണോ കുട്ടിപ്പിശാചെ നീ ഇപ്പോൾ വന്നത്? ലിയോ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ചീനുവിനെ ഞെക്കി ശ്വാസം മുട്ടിച്ചു. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഇവൻ എന്നെ കൊല്ലുന്നേ! ചീനു നിലവിളിച്ചു. നീ ഒരു കാര്യം മറന്നു ചീനു. നിന്നെ എനിക്ക് മാത്രമല്ലേ കാണാൻ കഴിയൂ. അതുകൊണ്ട് നിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്താലും എന്നോട് ആരും ഒന്നും ചോദിക്കില്ല. നിന്റെ കരച്ചിൽ ഞാനല്ലാതെ മറ്റാരും കേൾക്കുകയുമില്ല. ലിയോ കൗശലത്തോടെ പറഞ്ഞു. അയ്യോ, എന്നെ വെറുതെ വിടണേ ലിയോ. ഞാനില്ലാതായാൽ നിനക്ക് ആര് വഴി കാട്ടും? നിനക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടു പുറത്തു പോകണ്ടേ? എന്നെ വിട് ലിയോ. ഇനി നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം. ചീനു അപേക്ഷയോടെ പറഞ്ഞു. ഇത്തവണ നിന്നെ ഞാൻ വെറുതെ വിടുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലിയോ ചീനുവിലുള്ള പിടി അയച്ചു. ആശ്വാസത്തോടെ ചീനു ലിയോയുടെ തോളിലേക്ക് കയറിയിരുന്നു. റൈഡൻ നഗരത്തിൽ കാഹളനാദം മുഴങ്ങി. 100 കണക്കിന് യുവാക്കളും യുവതികളും ആയുധമേന്തി അവിടേക്ക് മാർച്ച് ചെയ്തു വന്നു. ആ സൈന്യത്തെ മുന്നിൽ നിന്നും നയിച്ചത് താമരയായിരുന്നു. അവർക്ക് മുന്നിലേക്ക് പരിണാമ വളർച്ചയെത്തിയ വലിയൊരു കണ്ടാമൃഗത്തിന്റെ പുറത്തേറി സുന്ദരിയായ ഒരു സ്ത്രീ രാജകീയമായി വന്നു നിന്നു. പട്ടാളക്കാർ അവൾക്ക് ചുറ്റും നിരന്നു നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്തു. റൈഡൻ സിറ്റിയിലെ ഏറ്റവും മികച്ച യോദ്ധാവിന് ഞങ്ങളുടെ സല്യൂട്ട്! ഇത്രയും രാജകീയമായി വന്നിരിക്കുന്ന ഈ സ്ത്രീ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ലിയോ ചീനുവിനെ നോക്കി. ലിയോ, അതാണ് വിപാശ. അവളെപ്പോലെ ശക്തിയും ബുദ്ധിയും സൗന്ദര്യവും വേട്ടയാടാനുള്ള തന്ത്രങ്ങളും ലഭിച്ച മറ്റൊരു പെൺകുട്ടി ഈ റൈഡൻ നഗരത്തിലില്ല. വിപാശയെപ്പോലെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ക്രൂര മൃഗങ്ങളോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള കഴിവുള്ളൂ. താമര വിപാശയിൽ നിന്നും പരിശീലനം നേടുന്ന ശിഷ്യരിൽ ഒരാളാണ്. അവൾ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ വിപാശയെ കാണിക്കാൻ വേണ്ടിയാണ്.
ഇനി നിന്റെ വിധി എന്താണെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ആ നിൽക്കുന്ന വിപാശയാണ്. ചീനു അവന്റെ തോളിലിരുന്ന് വിപാശയെക്കുറിച്ച് വർണ്ണിച്ചു. ചീനു, നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ? ലിയോ ചീനുവിനെ ശകാരിച്ചു. സൈനികരാൽ ചുറ്റപ്പെട്ട് നിന്നതുകൊണ്ട് ലിയോയ്ക്ക് വിപാശയെ നേരെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ലിയോ, താമര നിന്നെ ഇപ്പോൾ വിപാശയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. നീ അവളോട് എന്താണ് പറയാൻ പോകുന്നത്? ചീനു ആകാംക്ഷയോടെ ലിയോയോട് ചോദിച്ചു. വേറെന്ത് പറയാൻ? ഞാൻ സത്യം പറയും. പ്രൊഫസർ ബെഞ്ചമിൻ അയച്ച ഒരു ടെലിപ്പോർട്ടിംഗ് ഉപകരണം തേടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. ഉള്ളിലെ ഭയം മറച്ച് ലിയോ പറഞ്ഞു. എൻ്റെ ലിയോ, നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെയുള്ളവർ നിന്നെ ഭ്രാന്തനാക്കും. നീ ഈ പറയുന്നത് ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ചീനു അവനോട് സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും താമര ലിയോയുടെ അടുത്തേക്ക് വന്നു. അവൾ അവനെ വിപാശയുടെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് ലിയോ വിപാശയെ ശരിക്കും കണ്ടത്. അവന്റെ കണ്ണുകൾ അവളുടെ സൗന്ദര്യം കണ്ടുവിടർന്നു. താൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരിയാണ് വിപാശയെന്നവന് തോന്നി. കാറ്റിൽ ആടി ഒലയുന്ന ഇടതൂർന്ന മുടിയിഴകളും വില്ലുപോലെ വളഞ്ഞ പുരികക്കൊടിയുമൊക്കെയായി പ്രഗത്ഭനായ ഒരു ശില്പിയുടെ കരവിരുതിൽ കൊത്തിയെടുത്ത മനോഹരമായ ഒരു ശില്പം പോലെയായിരുന്നു അവൾ. കാന്തിക ശക്തിയുള്ള അവളുടെ കണ്ണുകൾ എല്ലാവരെയും അവളിലേക്ക് ആകർഷിക്കുന്നു എന്നവന് തോന്നി. താമര ലിയോയെ വിപാശയ്ക്ക് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. ലീഡർ വിപാശ, ഇതാണ് ഞാൻ പറഞ്ഞ മനുഷ്യൻ. ഇന്നലെ ഞാനിവനെ കണ്ടുമുട്ടുമ്പോൾ ഇവൻ ഒറ്റയ്ക്ക് കാട്ടിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. ഇവൻ ഏത് സിറ്റിയിൽ നിന്നുമാണ് ഇവിടെ എത്തിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവനെ നമ്മുടെ സൈന്യത്തിലേക്ക് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ജോലികൾ ചെയ്യാൻ ഇവൻ നമ്മളെ സഹായിക്കും. താമര ലിയോയെ മുന്നിലേക്ക് നീക്കി നിർത്തി. വിപാശ ലിയോയെ മൊത്തത്തിലൊന്ന് നോക്കി. എന്നിട്ടവൾ അടുത്ത് നിന്ന സൈനികനോട് ലിയോയുടെ ബ്രേസ്ലെറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതനുസരിച്ച് അയാൾ ലിയോയുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് പിടിച്ചു തിരിച്ചു. ആ നിമിഷം അതിൽ നിന്നും തെളിഞ്ഞ മാജിക് സ്ക്രീനിലെ എല്ലാ അക്കങ്ങളും 0 അത് കണ്ട വിപാശ ദേഷ്യത്തോടെ താമരയെ നോക്കി പറഞ്ഞു. താമര, വെറുതെ എന്റെ സമയം കളയരുത്. നമ്മുടെ സൈന്യത്തിൽ ഒരു അടിമയായിരിക്കാനുള്ള യോഗ്യത പോലും ഇവനില്ല. ഈ കോമാളിയെ നിനക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുപോയി വിട്ടേക്ക്. പക്ഷെ ലീഡർ, ഇവനൊരവസരം നൽകിക്കൂടെ? താമര പ്രതീക്ഷയോടെ വിപാശയെ നോക്കി ചോദിച്ചു. പറ്റില്ല, എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല, കലിയോടെ വിപാശ പറഞ്ഞു. അവിടെ ഇതൊക്കെ നടക്കുമ്പോഴും ലിയോ വിപാശയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് നിൽക്കുകയായിരുന്നു. മാഡം, നിങ്ങൾ വളരെ സുന്ദരിയാണ്. അവൻ അറിയാതെ വിപാശയെ നോക്കി പറഞ്ഞുപോയി. അവിടെ കൂടി നിന്നവരെല്ലാം അത് കേട്ട് ഞെട്ടി. അയ്യോ, എല്ലാം കഴിഞ്ഞു. ലിയോയുടെ തോളിലിരുന്ന് ഞെട്ടിയ ചീനു അപ്രത്യക്ഷനായി. എന്താ നീ പറഞ്ഞത്? വിപാശ കഠിനമായ ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിച്ചു. അത് മാഡം. അറിയാതെ വന്നുപോയ തെറ്റ് മനസ്സിലാക്കിയ ലിയോ ഒന്നും പറയാനാകാതെ നിന്നു വിയർത്തു. താമര, എത്രയും വേഗം ഈ കോമാളിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇവനെ എന്റെ മൃഗത്തിന് ഭക്ഷണമാക്കും. വിപാശ ലിയോയ്ക്ക് നേരെ ആക്രോശിച്ചു. പരിഭ്രാന്തിയായ താമര ലിയോയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. വിപാശയുടെ സൈന്യത്തിൽ അവനെ ചേർക്കണമെന്നുള്ള പദ്ധതി പൊളിഞ്ഞു. അവനെ ഇനി എങ്ങനെ സംരക്ഷിക്കുമെന്ന ചിന്തയിലായിരുന്നു അവൾ. താമര അവനെയും കൊണ്ട് കുതിരയുടെ അടുത്തെത്തി. ലിയോയുടെ കൈ കയറുകൊണ്ട് കെട്ടി. എന്നിട്ടതിനെ കുതിരയുമായി ബന്ധിച്ചതിനു ശേഷം അവൾ കുതിരപ്പുറത്ത് കയറി കാടിനുള്ളിലേക്ക് പോയി. അവനും കുതിരയുടെ പിന്നാലെ കാട്ടിലേക്കുള്ള വഴിയെ അവളെ അനുഗമിച്ച് നടന്നു. ചീനു, നീ വിപാശയെക്കുറിച്ച് എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ അവൾ ഇത്ര സുന്ദരിയാണെന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ. ലിയോ ചിരിയോടെ പറഞ്ഞു. നിനക്ക് ഇത്രയും ധൈര്യമുണ്ടായിരുന്നോ ലിയോ? റൈഡനിലുള്ള ആൺകുട്ടികൾ പോലും വിപാശയ്ക്ക് മുന്നിൽ നിന്നങ്ങനെ സംസാരിക്കില്ല. എന്നാൽ നീ അത്രയൊക്കെ പറഞ്ഞിട്ടും നിന്നെ അവൾ എന്തുകൊണ്ടാണ് ജീവനോടെ വിട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചീനു അതിശയം കലർന്ന ഭാവത്തിൽ പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായി ചീനു, എനിക്ക് മനസ്സിലായി. ലിയോ ചിരിച്ചുകൊണ്ട് ചീനുവിനോട് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് വിചിത്രമായ ഒരു ശബ്ദം അവിടെ മുഴങ്ങി. കുതിര ഭയത്തോടെ ചിനച്ചു. ലിയോയും ചീനുവും പേടിയോടെ പരസ്പരം നോക്കി. താമര കുതിരയെ തടവി ആശ്വസിപ്പിച്ചു. ഒന്നുമില്ല, നീ ഭയപ്പെടരുത്. ആ വിചിത്ര ശബ്ദം വീണ്ടും കേട്ടു. താമര കുന്തം കയ്യിലെടുത്ത് കുതിരപ്പുറത്ത് നിന്നും ചാടിയിറങ്ങി. എവിടെ നിന്നോ പാഞ്ഞു വന്ന ആസിഡ് കലർന്ന ഉമിനീരിൽ നിന്നും താമര തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി. അത് അവൾക്ക് പുറകിലെ മരത്തിൽ ചെന്ന് പതിച്ചു. അത് വീണ ഭാഗത്തെ മരത്തൊലി പൊള്ളി അടർന്നുപോയി. അവൾ വേഗം ഒരു കത്തിയെടുത്ത് ലിയോയുടെ കയ്യിലെ കെട്ട് മുറിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നോക്കി നിൽക്കാതെ ഇവിടെ നിന്ന് പോവോ. പെട്ടെന്ന് വിഷമുള്ള ഒരു മൃഗം മരത്തിന് മുകളിൽ നിന്നും അവർക്ക് മുന്നിലേക്ക് ചാടി വീണു. നീരാളിയും തേളും 8 കാലിയും കൂടി ചേർന്നതുപോലുള്ളൊരു ഭീകര ജന്തു. അതിനെ കണ്ട ലിയോ അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി മാറി. താമര ഭീകരരൂപിയായ ആ വിഷജന്തുവിനോട് പോരാടാൻ തുടങ്ങി. അത് അവൾക്ക് നേരെ ആസിഡ് തുപ്പി. താമര അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി.
8 കാലുകളുള്ള ആ രാക്ഷസന്റെ കാലുകളിൽ അവൾ കുന്തം ഉപയോഗിച്ച് കുത്തി. ആ മൃഗം അലറിക്കൊണ്ട് താമരയെ ചുഴറ്റി എറിഞ്ഞു. കുന്തം അവളുടെ കയ്യിൽ നിന്നും എവിടേക്കോ തെറിച്ചു വീണു. താമരയും വിഷജന്തുവുമായുള്ള പോരാട്ടത്തിൽ ആ ജന്തു ആധിപത്യം പുലർത്തി. ഓടിക്കൊണ്ടിരുന്ന ലിയോയെ ചീനു തോണ്ടി വിളിച്ചു. താമരയ്ക്ക് ആ മൃഗത്തെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല ലിയോ, അവൾക്ക് സഹായം ആവശ്യമുണ്ട്. ലിയോ അവിടേക്ക് നോക്കി. കുന്തമെടുക്കാൻ ശ്രമിച്ച താമരയെ ആ വിഷജന്തു ചിലന്തി വലയിൽ കുടുക്കിയിട്ടു. താമര അപകടത്തിൽപ്പെട്ടത് കണ്ട ലിയോ തിരികെ ഓടി വന്നു. അവനൊരു പാറയുടെ മറവിൽ ഒളിച്ചിരുന്ന് അവളെ നോക്കി. ആ ജന്തു അവളെ അപ്പോൾ അതിന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നു. ലിയോയ്ക്ക് താമരയെ സഹായിക്കണമെന്ന് തോന്നി. അവൻ നിലത്ത് നിന്നും ഒരു വലിയ കല്ലെടുത്തു. ആ വിഷജന്തുവിന്റെ ശ്രദ്ധ തിരിക്കാനായി അവൻ ആ കല്ല് അതിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. എന്നാൽ അത് ആ ജന്തുവിന്റെ അടുത്ത് പോലും എത്തിയില്ല. അവൻ താമരയുടെ കുന്തം വീണ് കിടക്കുന്നത് കണ്ടു. അവൻ ഓടിച്ചെന്ന് അത് കയ്യിലെടുത്തു. ആ നിമിഷം അവൻ എങ്ങനെയും അവളെ ആ ജന്തുവിൽ നിന്നും രക്ഷിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലിയോ കുന്തം ഉയർത്തി തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ ജന്തുവിന് നേർക്കെറിഞ്ഞു. എന്നാൽ ഇത്തവണ അത് ലക്ഷ്യം തെറ്റാതെ ആ വിഷജന്തുവിന്റെ കഴുത്തിലേക്ക് തുളച്ചു കയറി മരത്തിൽ തറച്ചു നിന്നു. ആ മൃഗം വേദന കൊണ്ട് പൊളഞ്ഞ് നിലവിളിച്ചു. കിട്ടിയ അവസരം പാഴാക്കാതെ ലിയോ താമരയ്ക്ക് ചുറ്റുമുള്ള ചിലന്തിവല നീക്കം ചെയ്ത് അവളെ രക്ഷിച്ചു. ലിയോ എറിഞ്ഞ കുന്തം ആ മൃഗത്തോടൊപ്പം മരത്തിൽ തറച്ചിരിക്കുന്നത് അവൾ കണ്ടു. അവൻ കാണിച്ച ധൈര്യത്തിൽ അവൾക്ക് അത്ഭുതം തോന്നി. എന്നാൽ പെട്ടെന്ന് കുന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ആ വിഷജന്തു ലിയോയെ ആക്രമിച്ചു. അപ്രതീക്ഷിതമായുള്ള ആക്രമണത്തിൽ അതിന്റെ മർദ്ദനമേറ്റ ലിയോ ദൂരേക്ക് തെറിച്ചു. അവൻ വീഴാൻ പോകുന്നത് ചെങ്കുത്തായ ഒരു മലഞ്ചെരുവിലേക്കാണെന്ന് മനസ്സിലാക്കിയ താമര അവനെ ലക്ഷ്യമാക്കി കുതിച്ചു. പക്ഷെ അവളുടെ കരങ്ങൾ അവനെ എത്തിപ്പിടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ ആ ഇരുണ്ട താഴ്ചയിലേക്ക് വീണു. അവനെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന താമരയെ പാഞ്ഞു വന്ന വിഷജന്തു തൂക്കിയെടുത്ത് താഴേക്കെറിഞ്ഞു. അവളുടെ നിലവിളി ശബ്ദം താഴെയുള്ള പാറക്കൂട്ടത്തിൽ തട്ടി പ്രതിധ്വനിച്ചു. തുടർന്നും കേൾക്കൂ പോക്കറ്റ് എഫ്എമ്മിന്റെ ഏറ്റവും പുതിയ ഓഡിയോ സീരീസ് ആയ ലിയോ എഡി 2500 തികച്ചും സൗജന്യമായി.